രണ്ടാമത് അപ്കോണിന്റെ കോമൺ വർഷിപ്പായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നമ്മളെ സഹായിച്ചതിനാൽ ദൈവത്തിനോ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വേർപെട്ട സഭകൾ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ, അവന്റെ കർത്തൃമേശയിലൊക്കെ പങ്കെടുക്കുവാൻ കർത്താവ് തന്ന ഈ സമയത്തിനായി ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുകയാണ്. കടന്നു വന്ന എല്ലാവർക്കും ഹല്ലേലൂയ സ്തോത്രം സ്വാഗതം അരുളുന്നു. പ്രത്യേകം ഹല്ലേലൂയ ഈ അപ്കോണിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ജേക്കബ് ജോർജിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ രാത്രി കർത്താവിന്റെ സന്നിധി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ കരങ്ങളിൽ ഈ ആരാധന സമർപ്പിക്കുകയാണ്. സ്തോത്രം. ദൈവസന്നിധിയിൽ വരുന്നത് നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്താനാണ്. ഭയഭക്തി വെളിപ്പെടുത്തി നമുക്ക് ഏകാഗ്ര ഹൃദയത്തോടെ ദൈവസന്നിധിയിലായിരിക്കാം. ആരംഭം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ കൃപ ഈ ഹാളിൽ നിറഞ്ഞു നിൽക്കുവാൻ, നമ്മളിൽ ഓരോരുത്തരിൽ പതിയുവാൻ നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. സാധാരണ ലോകപ്രകാരം നടക്കുന്ന ഒരു പ്രോഗ്രാം അല്ലല്ലോ നാം ദൈവസന്നിധിയിൽ ഒന്നിച്ച് ആരാധിപ്പാൻ കടന്നു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ പാസൻ ജേക്കബ് സാമുവേൽ IPC എബനേസറിന്റെ പാസ്റ്ററായിരിക്കുന്ന കർത്താവിന്റെ വിളിപ്പെട്ട ദാസൻ മുൻപോട്ട് വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരും കണ്ണുകളെ അടച്ചാകട്ടെ. ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. വിവിധ കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾ കർത്താവെ ക്രിസ്തുവിന്റെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടുവാനിടയായി ഒരപ്പത്തിന്റെ അംശികൾ ഒരു ഭവനത്തിന്റെ അംഗങ്ങളുമാക്കി അവിടുന്ന് തീർത്തല്ലോ. അവിടുത്തെ മഹാകരുണയ്ക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അവധയിലുള്ളതായ വേർപെട്ട ബന്ധക്കോസകൾ ഒന്നിച്ച് ആരാധിപ്പാനായി കടന്നു വന്നിരിക്കുന്ന ഈ ആരാധന മധ്യേ തിരുസാന്നിധ്യം ഉള്ളതോർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവെ ഈ ആരാധനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവിടുന്ന് വേഗത്തിൽ കൂട്ടിവരുത്തണമേ. ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. മനോഹരമായ ഗാനങ്ങൾ, ആത്മീയ ഗാനങ്ങൾ പാടുവാൻ കൊയറിനെ അവിടുന്ന് ശക്തീകരിക്കണമേ. നല്ല സങ്കീർത്തനം, നല്ല ആലോചനയും കേൾപ്പിക്കണമേ. കർത്താവെ ഹല്ലേലൂയ. ഇന്ന് ശുശ്രൂഷകൾ ചെയ്യുന്ന എല്ലാ ദൈവത്തിന്റെ ദാസന്മാരും ആത്മനിറവുകൾ ചെയ്യുവാനിടയാക്കണമേ. കർത്താവിന്റെ തിരുമേശ ഞങ്ങളുടെ മുൻപാകെ ഉണ്ടല്ലോ, അതിൽ വിശുദ്ധിയോടെ പങ്കെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹല്ലേലൂയ. തിരുമേശയിൽ കൂടി അതിൽ ഞങ്ങൾ പങ്കെടുക്കുമ്പോൾ ലഭ്യമാകുന്ന എല്ലാ വിടുതലുകളും, ശാരീരികമായ സൗഖ്യം, ആത്മീയ വിടുതലുകളും കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളെ സ്മരിച്ചുകൊണ്ട് അതിൽ പങ്കെടുക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. അധ്യക്ഷസ്ഥാനം വഹിക്കുന്നതിന്റെ വിലയേറിയ വൃദ്ധനായി സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഞങ്ങളുടെ മധ്യേ സ്വർഗീയ മന്ന വിളമ്പുവാൻ അവിടുന്ന് അയച്ചിരിക്കുന്ന അവിടുത്തെ വിലയേറിയ വൃദ്ധനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കടന്നു വന്നത് ചില രോഗികൾ സൗഖ്യമാകുവാൻ, അല്ലെങ്കിൽ കർത്താവിനെ കണ്ടുമുട്ടാത്തവരായി ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രത്യേക തീരുമാനം പ്രതിഷ്ഠയെടുക്കുവാൻ, ചിലർ സ്ഥാനത്തിനായി ഒരുങ്ങുവാൻ, ചിലർ വേർപെട്ട് ആരാധിപ്പാനായി ഒരുങ്ങുവാൻ, അങ്ങനെ വലിയ ആത്മീയ വിടുതൽ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യേ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിവർത്തിച്ചെടുക്കുവാൻ ഞങ്ങൾ കൂടിയിരിക്കുകയാണ്. നാം മൗനമായിരിക്കരുത്. നാം സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ നാം അടച്ചു വെക്കരുത്. ശക്തമായ ദൈവത്തെ പാടി ആരാധിക്കണം. അന്യവിളിച്ച് ദൈവത്തിലായിരിക്കാൻ തുറന്ന് വീണ്ടും പാടുന്നതാണ്. നമുക്കെല്ലാവർക്കും ദൈവസന്നിധി എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. വേഗത്തിൽ സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്തവനായ യേശുവിന്റെ സാന്നിധ്യം ഇവിടെ അനുഭവിച്ചറിയുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. കല്ലറകൾക്ക് യേശുവിനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആരാധിക്കുന്ന ദൈവവേദനയെ
ഈ യേശുവിനെ ആരാധിക്കുന്ന നിന്നെയും ഒതുക്കുവാൻ ഈ ലോകത്തിന് ഒരു ശക്തിക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താദി കർത്താവുമായ യേശുവിനെ ആരാധിപ്പാൻ ഈ ഭൂപരപ്പിൽ ലഭിച്ചതിൽ പരഭാഗ്യം നമുക്ക് ഈ ഭൂമിയിലില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ആ ഭാഗ്യ പദവിയോട്ട് കർത്താവിനെ സ്തുതിച്ചാമേ. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ ആത്മമണവാളനാകുന്ന യേശുവിനെ പാടി ശക്തിയോടെ ആരാധിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ശക്തമായി കരങ്ങളെ വിളിച്ചുകൊണ്ട് ആലന്മാരും വൃദ്ധന്മാരും യുവതികളും യുവാക്കന്മാരും യഹോവയുടെ നാമത്തെ വാഴ്ത്തുന്ന ദൈവത്തിന്റെ വചനപ്രകാരം നമുക്കെല്ലാവർക്കും ശക്തിയോടെ കരങ്ങളെ ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ വന്ദനയെ സ്തുതിക്കും ഞാൻ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ വന്ദനയെ സ്തുതിക്കും ഞാൻ. ഓ പരിശുദ്ധനേ കരുണാനിധിയേ സ്തുതികൾക്കെല്ലാം യോഗ്യനായവനേ. പരിശുദ്ധനേ കരുണാനിധിയേ സ്തുതികൾക്കെല്ലാം യോഗ്യനായവൻ. സകലത്തെയും സൃഷ്ടി ചെയ്തവനേ, സകലത്തെയും പരിപാലകനേ. ശക്തിയോടെ സകലത്തെയും സൃഷ്ടി ചെയ്തവനേ, സകലത്തെയും പരിപാലകനേ. സകലരിലും പരമോന്നതനേ, സർവശക്തനും സർവജ്ഞാനിയും നീ. സകലരിലും പരമോന്നതനേ, സർവശക്തനും സർവജ്ഞാനിയും നീ. ഹല്ലേലൂയ. സ്തുതി പാടി ശക്തിയോടെ വന്ദനയെ സ്തുതിക്കും ഞാൻ. ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ വന്ദനയെ സ്തുതിക്കും ഞാൻ. കരുണയും കൃപയും ഉള്ളവനേ, മനസ്സലിയും കരുണയും കൃപയും ഉള്ളവനേ, മനസ്സലിയും അമ്മ വാത്സല്യത്തോടെ ചേർത്തവനേ, ഭാരതസ്നേഹം പകർന്നവനേ, വാത്സല്യത്തോടെ ചേർത്തവനേ, ഭാരതസ്നേഹം പകർന്നവനേ. ഹല്ലേലൂയ. സ്തുതി പാടിടും വന്ദനയെ സ്തുതിക്കും ഞാൻ. ഹല്ലേലൂയ. സ്തുതി പാടിടും വന്ദനയെ സ്തുതിക്കും. ആദിയും അന്തവുമായവനേ, ഉറപ്പുള്ള പാറയും തോൽക്കയുമേ. ആദിയും അന്തവുമായവനേ, ഉറപ്പുള്ള പാറയും തോൽക്കയുമേ. ഓ വഴിയും സത്യവുമായവനേ, ഹല്ലേലൂയ. സ്തുതി പാടിടും ഞാൻ വന്ദനയെ സ്തുതിക്കും ഞാൻ. ഹല്ലേലൂയ. സ്തുതി സ്തുതിക്കും ഞാൻ. കുരിശു ചുമന്നു തണർത്തിരിക്കാൻ ഓരോ ശിക്ഷകനെ തെളിക്കാൻ. കുരിശു ചുമന്നു തണർത്തിരിക്കാൻ ഓരോ ശിക്ഷകനെ തെളിക്കാൻ. ഓ ഉൾമുടി ചൂടിയതും തെളിക്കാൻ വീരകൾ ആത്മാവിൻ ബലത്തോടെ വീരരും തെളിക്കാൻ. ഹല്ലേലൂയ. സ്തുതി
സങ്കീർത്തനമാണ് ഇന്ന് രാത്രി നാം വായിച്ചു കേട്ടത്. അതിന്റെ 1-ാം വാക്യം, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഇതിന്റെ വിശദാംശങ്ങളിലേക്കും ഇതിലെ കൂടുതൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിപ്പാനും എൻ്റെ മുമ്പിൽ സമയക്കുറവുണ്ട്. എങ്കിലും സമയക്കുറവുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അല്പ വിഷയങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. 1 മുതൽ 3 വരെ ദൈവത്തിലുള്ള തന്റെ ഉറപ്പ് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഇന്ന് രാത്രി നമുക്ക് പറയാം. ഈ വചനങ്ങൾ വായിക്കുമ്പോൾ 1 മുതലുള്ള വാക്യങ്ങൾ 3-ാം വാക്യം വരെ വായിക്കുമ്പോൾ ദൈവത്തിലുള്ള അചഞ്ചലമാകുന്ന ആ ഉറപ്പിനെ അവിടെ ദൃഢതപ്പെടുത്തുന്നതാണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 4 മുതൽ 6 വരെ ദൈവത്തോടുള്ള സ്നേഹവും കൂട്ടായ്മയും. അതാ 4-ാം വാക്യം വായിക്കുന്നത്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ദൈവ സാന്നിധ്യം അറിഞ്ഞ് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 7 മുതൽ 12 വരെ തന്റെ പ്രാർത്ഥനയാണ്. ഇതിനകത്ത് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതാകുന്ന പ്രാർത്ഥനയാണ് അവിടെ കാണുന്നത്. 13 മുതൽ 14 വരെ വിശ്വാസത്തിൽ നിലനിൽപ്പിനെ, അത് ദൈവം തരുന്ന ശക്തി, ദൈവത്തോട് ആർജിക്കുന്ന ഒരു പ്രാർത്ഥന, ഒരു ശക്തി കിട്ടേണ്ടതിനായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നതാകുന്ന ആ വിഷയങ്ങളാണ് അതിൽ കൂടി കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ സങ്കീർത്തനം ദാവീദിന്റെയും ക്രിസ്തു സഭയുടെയും വിശ്വാസികളുടെയും അനുഭവത്തോടുള്ള ബന്ധത്തിൽ വളരെ താതാത്മ്യമുള്ള സങ്കീർത്തനമാണ് ഇന്ന് രാത്രി നാം വായിച്ചു കേട്ട സങ്കീർത്തനം. മടങ്ങി വരുന്നു, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ദൈവത്തിന്റെ ജനമേ, ഇന്ന് രാത്രിയിൽ നാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന പലതും ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയത്തോടെ ഭീരുത്വത്തോടെ പിന്മാറിപ്പോകുന്ന ശുശ്രൂഷ വേളകളിൽ ദാവീദ് പറയുകയാണ്, ചില പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ, വിഷമങ്ങൾ വന്നപ്പോൾ, അത് 2 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായം 15 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളിൽ ഇത് നമുക്ക് സവിസ്തരം കാണുവാനായിട്ട് സാധിക്കും. 27-ാം സങ്കീർത്തനമാണ് ഇന്ന് രാത്രി നാം വായിച്ചു കേട്ടത്. അതിന്റെ 1-ാം വാക്യം, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? ഇതിന്റെ വിശദാംശങ്ങളിലേക്കും ഇതിലെ കൂടുതൽ ഇതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിപ്പാനും എൻ്റെ മുമ്പിൽ സമയക്കുറവുണ്ട്. എങ്കിലും സമയക്കുറവുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അല്പ വിഷയങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. 1 മുതൽ 3 വരെ ദൈവത്തിലുള്ള തന്റെ ഉറപ്പ് സങ്കീർത്തനക്കാരനോട് ചേർന്ന് ഇന്ന് രാത്രി നമുക്ക് പറയാം. ഈ വചനങ്ങൾ വായിക്കുമ്പോൾ 1 മുതലുള്ള വാക്യങ്ങൾ 3-ാം വാക്യം വരെ വായിക്കുമ്പോൾ ദൈവത്തിലുള്ള അചഞ്ചലമാകുന്ന ആ ഉറപ്പിനെ അവിടെ ദൃഢതപ്പെടുത്തുന്നതാണ് 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. 4 മുതൽ 6 വരെ ദൈവത്തോടുള്ള സ്നേഹവും കൂട്ടായ്മയും. അതാ 4-ാം വാക്യം വായിക്കുന്നത്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ ദൈവ സാന്നിധ്യം അറിഞ്ഞ് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 7 മുതൽ 12 വരെ തന്റെ പ്രാർത്ഥനയാണ്. ഇതിനകത്ത് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതാകുന്ന പ്രാർത്ഥനയാണ് അവിടെ കാണുന്നത്. 13 മുതൽ 14 വരെ വിശ്വാസത്തിൽ നിലനിൽപ്പിനെ, അത് ദൈവം തരുന്ന ശക്തി, ദൈവത്തോട് ആർജിക്കുന്ന ഒരു പ്രാർത്ഥന, ഒരു ശക്തി കിട്ടേണ്ടതിനായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നതാകുന്ന ആ വിഷയങ്ങളാണ് അതിൽ കൂടി കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ സങ്കീർത്തനം ദാവീദിന്റെയും ക്രിസ്തു സഭയുടെയും വിശ്വാസികളുടെയും അനുഭവത്തോടുള്ള ബന്ധത്തിൽ വളരെ താതാത്മ്യമുള്ള സങ്കീർത്തനമാണ് ഇന്ന് രാത്രി നാം വായിച്ചു കേട്ട സങ്കീർത്തനം. മടങ്ങി വരുന്നു, യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? ദൈവത്തിന്റെ ജനമേ, ഇന്ന് രാത്രിയിൽ നാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന പലതും ചിന്തിച്ചു കഴിഞ്ഞാൽ ഭയത്തോടെ ഭീരുത്വത്തോടെ പിന്മാറിപ്പോകുന്ന ശുശ്രൂഷ വേളകളിൽ ദാവീദ് പറയുകയാണ്, ചില പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നപ്പോൾ, വിഷമങ്ങൾ വന്നപ്പോൾ, അത് 2 ശമൂവേലിന്റെ പുസ്തകം 21-ാം അധ്യായം 15 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളിൽ ഇത് നമുക്ക് സവിസ്തരം കാണുവാനായിട്ട് സാധിക്കും. Oh
ജയം ലഭിച്ചതിനാൽ നന്മ പ്രാപിക്കും. നിങ്ങൾ കൊടുകയില്ല നിന്റെ യാത്രയിൽ ജയം വരികയില്ല. നന്മ പ്രാപിക്കും. നിങ്ങൾ കൊടുകയില്ല നിന്റെ യാത്രയിൽ ജയം വരികയില്ല. നീ ആഗ്രഹിച്ച പുറപുറം അഴയോട് പ്രാർത്ഥിക്കേ അവസാനമാക്കും. ഹല്ലേലൂയ. സ്തോത്രം. തുടർന്ന് കർത്താവിന്റെ തിരുമേശ നമ്മുടെ മുന്നിൽ ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. അക്കൗണ്ട് പ്രസിഡന്റ് ആയിരിക്കുന്ന കർത്താവിന്റെ ഒരു ദാസൻ പാസ്റ്റർ ജേക്കബ് ജോർജ് അവരുകൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ലവയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പദാന്തെങ്കിലും ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാൻ ദൈവമായ കർത്താവ് ഈ മരുഭൂമിയിൽ എണ്ണത്തിലൊന്ന് കുറഞ്ഞു പോകാൻ ഞങ്ങൾക്ക് ഈ ദേശത്ത് കടന്നു വരുവാൻ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സഭയായി അബുദാബിയിലുള്ള ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കി ഓർത്ത് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്ത് കർത്താവേ, അമ്മിക്കുട്ടി കൊണ്ട് നല്ല ദൈവങ്ങളെ അനുഗ്രഹിക്കണമേ. വിശേഷാൽ കർത്താവേ, കട്ടാനുഭവത്തെ സ്മരിക്കുന്ന തിരുവേശങ്ങളുടെ മതിലുണ്ട് കർത്താവേ. ഞങ്ങൾ ഭക്ഷിക്കുമ്പോൾ ഞങ്ങൾ പാനം ചെയ്യുമ്പോൾ ദൈവമഹത്വത്തിനായി അത് തീരുവാൻ, ഞങ്ങളുടെ ശരീരത്തിന് വിടുതലായി തീരുവാൻ, അത് രോഗശാന്തിക്കായി തീരുവാൻ കർത്താവ് ഉതകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ സ്വയം ശോധന ചെയ്ത് അമ്മ കർത്താവെ കൈ നീട്ടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ശുശ്രൂഷ ചെയ്യുന്നത് വൃത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവെ, അദൃശ്യമായ ദൈവത്തിന്റെ അദൃശ്യമായ കരം കൊണ്ട് അതിനെ ആശ്രമം ഞങ്ങൾക്ക് പെരുമാറാകണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നേട്ടപ്പെട്ട സ്തോത്ര വഴിപാടിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവനാമകത്വത്തിനായി അമ്മയെ തീരുവാൻ കർത്താവ് സഹായിക്കണമേ. അനേകർക്ക് പ്രയോജനപ്പെടുവാൻ, ഈ ദേശത്തിലെ വേല അനുഗ്രഹിക്കപ്പെടുവാൻ അതുമൂലം സഹായിക്കണമേ എന്നങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നേട്ടപ്പെട്ട എല്ലാ കരകളെയും അവിടുന്ന് സഹായിക്കുമാറാകണമേ. തലമുറ തലമുറയായി നീ ഞങ്ങളുടെ സങ്കേതമായി, നാളോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്നവനായി ദൈവത്തിന്റെ സാന്നിധ്യം ഉള്ളതോർത്ത് ദൈവത്തിന്റെ സ്തോത്രം. സകലമാനവും പങ്കെടുക്കണം. എന്നാൽ നമ്മുടെ സഭകളിൽ കർത്താവിന്റെ തിരുമേശയെ കുറിച്ചുള്ളതായ ശക്തമായ ഉപദേശം വളരെ ശക്തിയോടെ ആഴത്തിൽ പഠിപ്പിക്കുന്ന അനുഗ്രഹീതായ കർത്തൃദാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ദുരുപദേശങ്ങൾക്കെതിരായിട്ട് ഇപ്പോൾ നമുക്ക് ഗുസ്തി ഓടിക്കാൻ പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അവരുടെ വഴിക്ക് വിട്ടേക്കുക. നാം ഒന്നിച്ച് ദൈവത്തിന്റെ വചനത്തിന് പ്രകാരം പറഞ്ഞിരിക്കുന്ന പ്രകാരം കർത്താവിന്റെ വചനപ്രകാരം കർത്തൃമേശയിലെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് 1-2 വേദഭാഗങ്ങൾ മാത്രം പെട്ടെന്ന് വായിച്ച് നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഓർപ്പിച്ചുണർത്തിക്കട്ടെ. മേശയിലേക്ക് പ്രവേശിപ്പാൻ തന്നെ ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനം 53-ാം അധ്യായം നാം പലപ്പോഴും കർത്തൃമേശയുള്ള ബന്ധത്തിൽ ധ്യാനിക്കുന്ന വേദഭാഗങ്ങളാണ്. എന്നാൽ അതിൻ്റെ എല്ലാ വാക്യങ്ങളും വായിക്കാൻ നമ്മുടെ മുൻപാകെ സമയമില്ലാത്തതുകൊണ്ട് 3 വാക്യങ്ങൾ മാത്രം വായിച്ച് കേൾപ്പിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു. 53-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യവും 7-ാം വാക്യവും 9-ഉം 10-ഉം വാക്യങ്ങളും മാത്രം എടുത്ത് ഉറക്കൊന്ന് വായിക്കാൻ താല്പര്യപ്പെടും. സാക്ഷാൽ എന്നാൽ നമ്മുടെ സഭകളിൽ കർത്താവിന്റെ തിരുമേശയെ കുറിച്ചുള്ളതായ ശക്തമായ ഉപദേശം വളരെ ശക്തിയോടെ ആഴത്തിൽ പഠിപ്പിക്കുന്ന അനുഗ്രഹീതായ കർത്തൃദാസന്മാർ നമ്മുടെ മധ്യത്തിലുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ദുരുപദേശങ്ങൾക്കെതിരായിട്ട് ഇപ്പോൾ നമുക്ക് ഗുസ്തി ഓടിക്കാൻ പോകാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അവരുടെ വഴിക്ക് വിട്ടേക്കുക. നാം ഒന്നിച്ച് ദൈവത്തിന്റെ വചനത്തിന് പ്രകാരം പറഞ്ഞിരിക്കുന്ന പ്രകാരം കർത്താവിന്റെ വചനപ്രകാരം കർത്തൃമേശയിലെ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് 1-2 വേദഭാഗങ്ങൾ മാത്രം പെട്ടെന്ന് വായിച്ച് നിങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഓർപ്പിച്ചുണർത്തിക്കട്ടെ. മേശയിലേക്ക് പ്രവേശിപ്പാൻ തന്നെ ആഗ്രഹിക്കുന്നു. യെശയ്യാപ്രവചനം 53-ാം അധ്യായം നാം പലപ്പോഴും കർത്തൃമേശയുള്ള ബന്ധത്തിൽ ധ്യാനിക്കുന്ന വേദഭാഗങ്ങളാണ്. എന്നാൽ അതിൻ്റെ എല്ലാ വാക്യങ്ങളും വായിക്കാൻ നമ്മുടെ മുൻപാകെ സമയമില്ലാത്തതുകൊണ്ട് 3 വാക്യങ്ങൾ മാത്രം വായിച്ച് കേൾപ്പിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നു. 53-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യവും 7-ാം വാക്യവും 9-ഉം 10-ഉം വാക്യങ്ങളും മാത്രം എടുത്ത് ഉറക്കൊന്ന് വായിക്കാൻ താല്പര്യപ്പെടും. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. 7-ാം വാക്യം. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോഗം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെയിരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. അവൻ സാഹസമൊന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു.
എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവൻ അവന് കഷ്ടം വരുത്തി. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഈ വായിച്ചു കേൾപ്പെട്ടതായ 3 വാക്യശകലങ്ങളിൽ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളോടുള്ളതായ 3 പ്രതികരണങ്ങളെ കുറിച്ച് അവിടെ ശ്രദ്ധേയമായി നമുക്ക് വായിക്കാൻ കൊണ്ടേയിരിക്കും. 1, കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളോടുള്ളതായ മനുഷ്യന്റെ പ്രതികരണമാണ് 4-ാം വാക്യത്തിൽ വായിച്ചത്. 7-ാം വാക്യത്തിൽ കർത്താവിന്റെ കഷ്ടങ്ങളോട് യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ളതായ പ്രതികരണം വായിക്കുന്നു. 9-ഉം 10-ഉം വാക്യത്തിൽ കർത്താവിന്റെ ക്രൂശിലെ അനുഭവങ്ങളോട് പിതാവായ ദൈവത്തിന്റെ പ്രതികരണം അവിടെ വായിക്കുന്നു. 1-ാമത്തെ പ്രതികരണം 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഒന്ന് വായിച്ചോട്ടെ. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. എന്നാൽ അവിടെ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ളതായ വിരോധാഭാസം എന്ന് നമുക്ക് തോന്നാവുന്ന ഒരു പദപ്രയോഗം. എന്നാൽ നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. നമ്മുടെ രോഗങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ശാപങ്ങൾക്ക് വേണ്ടി കർത്താവ് വേദനപ്പെട്ടു, ക്രൂശിൽ അടിക്കപ്പെട്ടു. എന്നാൽ നാം മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തു. നാം എന്ത് വിചാരിച്ചു? ദൈവം അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചു വരുന്നു എന്ന് നാം വിചാരിച്ചു. യേശുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് മനുഷ്യന്റെ ചിന്താഗതി ഇങ്ങനെയായിരുന്നു. യേശുവിന്റെ ക്രൂശ് മരണത്തെ കുറിച്ച് മനുഷ്യന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഇത് എനിക്കും ദൈവത്തിനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ദൈവം അവനെ അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് മനുഷ്യൻ വിചാരിച്ചപ്പോൾ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. എന്നാൽ നാം വ്യത്യസ്തമായി ചിന്തിച്ചിരുന്നു, ദൈവം അവനെ അടിപ്പിച്ചു, ദൈവം അവനെ ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു. ഇന്ന് രാത്രികാലം ഏത് കാലഘട്ടത്തിലും ജീവിച്ചിരുന്നായ ഒരു കൂട്ടം ചുരുക്കം ജനം ഈ ദൈവത്തെ അംഗീകരിപ്പാൻ നടപടിയായി തീർന്നിരുന്നു. പലർക്കും യേശു ക്രിസ്തുവിന്റെ അവൻ ജനനവും അവന്റെ മരണവും എന്തിനാണെന്ന് ചോദിച്ചൊരു സംശയം ജനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എക്കാലത്തും ഏത് കാലഘട്ടത്തിലും കർത്താവിനെ അംഗീകരിക്കുന്ന ഒരു കൂട്ടം ജനത്തെ ദൈവം അവിടെ എഴുന്നേൽപ്പിച്ചു. അവരെ കുറിച്ച് വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്: അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളായി തീരുവാൻ അവൻ അധികാരം കൊടുത്തു. അവനെ കൈക്കൊള്ളുന്നവർക്ക് ദൈവ മക്കളായി തീരുവാനുള്ളതായ അധികാരം അവൻ നൽകി കൊടുത്തു. അടുത്ത പ്രതികരണം യേശു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളോട് ക്രിസ്തുവിന്റെ തന്നെയുള്ള ഈ പ്രതികരണം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. അവൻ തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു, എങ്കിലും അവൻ പീഡിപ്പിക്കപ്പെട്ടു. അടുത്തത്, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതിരുന്നു. ആ കാലഘട്ടങ്ങളിൽ പലസ്തീനിൽ ആടിനെ മേയ്ക്കുക എന്നുള്ളത്, ആടിനെ തീറ്റുക എന്നുള്ളത് അവിടുത്തെ ജനതയുടെ ഒരു പ്രധാനപ്പെട്ട തൊഴിലും വരുമാന മാർഗവുമാണ്. ഈ ആടിന്റെ ജീവിതത്തിൽ, അതിന്റെ ജീവകാലത്തിൽ 2 പ്രധാനപ്പെട്ടതായി സംഭവങ്ങൾ അവിടെ വിവരിക്കുന്നുണ്ട്. ഒന്ന്, ഈ ആടിന്റെ ദേഹത്ത് മുഴുവൻ രോമങ്ങൾ വളർന്ന് ഇടതിങ്ങി നിൽക്കുമ്പോൾ ഈ ആട്ടിടയൻ ഈ ആടുകളെ ഒരു രോമം കത്തിരിക്കുന്നവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ ആട് അവന് മുൻപാകെ നിൽക്കുമ്പോൾ ഈ വളർന്നു തൂങ്ങിയതായ രോമങ്ങളെല്ലാം, ഈ വൂളെല്ലാം അവൻ കത്തിരിക്കുവാൻ വടിയായി തീരും. അങ്ങനെ മുഴുവനും ശാന്തമായിട്ട് അവന് കത്തിരിച്ച് തീരുവോളം ഈ ആട് വളരെ ശാന്തമായിട്ട് അവന് മുൻപാകെ നിൽക്കും. അങ്ങനെ പല ആവൃത്തി ഇതേ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോൾ ഈ ആടിന് ഒരു കാര്യം മനസ്സിലാക്കും: ഇത് വേദന ഉളവാക്കുന്ന ഒരു കാര്യമല്ല, ഇതെനിക്ക് സുഖം തരുന്ന ഒരു കാര്യമാണ്, ഇതെന്റെ ഭാരങ്ങൾ മാറ്റുന്ന ഒരു കാര്യമാണ്, ഇത് ഒരിക്കലും എന്നെ നോവിക്കുന്നതല്ല, എന്നെ ഒരിക്കലും നൊമ്പരപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമല്ല. അത് കണ്ടിട്ട് ഈ ആട് എപ്പോഴെല്ലാം ഈ രോമം കത്തിരിക്കുന്നതിന് അടുക്കൽ പോകുമോ അപ്പോഴും ഈ ആട് വളരെ ശാന്തനായിട്ട് പ്രതികരിക്കാതെ അവിടെ നിൽക്കും. എന്നാൽ ഈ ആടിന്റെ അവസാന കാലത്താകുമ്പോഴേക്കും ഈ ആടിനെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും, ഒരു സ്ലോട്ടർ ഹൗസിലേക്ക് അവനെ കൊണ്ടുപോകും. ഈ ആടിനെ അവന്റെ കഴുത്തെറുത്ത് അവനെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന സ്ഥലത്ത് അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമാണ്. മരണത്തിന്റെ കാഴ്ചകളാണ് കാണുന്നത്. അവൻ മരണവിളിയാണ് അവിടെ കേൾക്കുന്നത്. അവന്റെ കണ്ണിലും അവന്റെ ചെവിയിലും ഒക്കെയും കാണുന്നത് മരണത്തിന്റെ സീനറിയാണ് അവിടെ കാണുവാൻ മടിയായിരിക്കുന്നത്. കാണുമ്പോൾ ഈ ആടപെടും എങ്ങനെ രക്ഷപ്പെട്ട് ഓടുവാൻ ഗുണം അവൻ തന്ത്രപ്പെടുന്നത് കാണുവാൻ കഴിയും. അവൻ കരഞ്ഞു വിലപിക്കുന്നത് കാണുവാൻ കഴിയും. അവൻ എങ്ങനെങ്കിലും ഈ അറപ്പുകാരന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. ഈ ആടവർ പ്രതികരിക്കുവാനിടയിൽ തീരും. എന്നാൽ ഇതിന് വ്യത്യസ്തമായ
കർത്താവിനെ കുറിച്ച് യോഹന്നാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് കർത്താവിനെ കുറിച്ച് പറയുന്നു. എന്നാൽ കർത്താവ് സ്വാഭാവികമായി ഇവിടെ കടന്നു വരുമ്പോൾ അവർ പ്രതികരിക്കണമായിരുന്നു. എന്നാൽ അവൻ പ്രതികരിച്ചില്ല. അവൻ വായെ മൂടി അവിടെ മിണ്ടാതിരുന്നു. രോമം കത്തിരിക്കുന്നവരുടെ മുൻപാകെ നിൽക്കുന്നത് പോലെ ദൈവത്തിന്റെ കുഞ്ഞാട് ഈ സ്ലോട്ടർ ഹൗസില് അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നതിന് മുൻപാകെ, അവനെ കൊല്ലുവാൻ പോകുന്നതിന് മുൻപാകെ മൗനമായിട്ട് നിൽക്കുന്നു. എന്താണ് അതിന് കാരണം? അവൻ പ്രതികരിച്ചിരുന്നു എങ്കിൽ അവൻ അറിയാം, ഞാൻ നിഷ്കളങ്കനാണ്, എന്റെയും നിന്റെയും ഭാഗത്ത് ദൈവം അവിടെ കാണുവാൻ നിൽക്കുവാൻ ഇടയിൽ തീർന്നു. എനിക്ക് പകരമായി യേശു അവിടെ കുലക്കളത്തിൽ നിൽക്കുകയാണ്. നമ്മൾ ഓരോരുത്തർക്കും പകരമായി യേശു അവിടെ കുലക്കളത്തിൽ നിന്നു. അന്ന് യേശു പ്രതികരിച്ചിരുന്നെങ്കിൽ നമുക്കൊരിക്കലും രക്ഷയ്ക്കുള്ളതായ സാധ്യത അവിടെ കേട്ടുവാൻ ലഭ്യമായിരുന്നില്ല. അവന്റെ ഒരു കണ്ണ് ചിമ്മിയാൽ പോലും ആ ചുറ്റിനും അവനെതിരായിട്ട് അവനെ ക്രൂശിപ്പാൻ ഒരുങ്ങി നിൽക്കുന്നതായ പടയാളികളെ മുഴുവൻ കരിച്ചു കളയുവാൻ തയ്യാറെടുപ്പോടുകൂടി ഇതാ ദൂതസൈന്യത്തിൽ 1000 ദൂതന്മാർ ആ കാൽവരി ക്രൂശിന് ചുറ്റും നിൽക്കുകയാണ്. എന്നാൽ യേശു ആകട്ടെ ഒരു വാക്കുപോലും ഉരിയാടാതെ, ഒരു കണ്ണുപോലും കാണിക്കാതെ, കർത്താവേ ഇവരോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവന് വായ അടച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നു. യേശുവിന്റെ രണ്ടാമത്തെ യേശുവിന്റെ ക്രൂശീകരണത്തോടുള്ളതായ മൂന്നാമത്തെ പ്രതികരണം അതിന് 9ഉം 10ഉം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. അവൻ സാഹസമൊന്നും ചെയ്യാതെ അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെയും ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോട് കൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ വായിൽ സാഹസമൊന്നുമില്ലാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നുമില്ലാതെ ഇരുന്നിട്ടും അവർ അവന്റെ ദുഷ്ടന്മാരോടുകൂടി ശവക്കുഴി കൊടുത്തു. അടുത്തത്, അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു. 10ാം വാക്യം, എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് യാതൊരു കുറ്റവുമില്ലായിരുന്നു. ഭരണാധികാരികളും ന്യായാധിപന്മാരും ഒക്കെയും ഇവനിൽ മരണകരമാകുന്ന ഒരു കുറ്റവും ചെയ്തിട്ടില്ല, ഈ നീതിമാനിൽ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് മാറി മാറി വിധിസാരം ചെയ്തിട്ടും ഈ ദൈവത്തിന് അവനെ തകർത്ത് കളവാൻ ഇഷ്ടം തോന്നി. ഭരണാധികാരികൾക്ക് അവനെ വെറുതെ വിടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ന്യായാധിപന്മാർക്ക് അവനെ വെറുതെ വിടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കൂടെ ക്രൂശിക്കപ്പെടുന്ന കള്ളനും പറഞ്ഞു, ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല, നാമോ ന്യായമായ ശിക്ഷാവിധിയിൽ അകപ്പെട്ടിരിക്കുന്നുവെന്ന് കള്ളൻ പോലും പറയുവാൻ കുടുംബയെ തീർന്നു. അവന്റെ ക്രൂശീകരണത്തിന് മുൻപാകെ നോക്കിക്കൊണ്ടിരുന്നായ അവൻ ശതാധിപൻ പോലും പറയുവാൻ ഇടയായി തീർന്നു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കുവാൻ ഇടയായി തീർന്നു. ലോകം മുഴുവനും സാക്ഷ്യം പറഞ്ഞു. പിതാവായ ദൈവം 2 പ്രാവശ്യം അവനെ കുറിച്ച് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പീനെന്ന് അവൻ സ്വർഗത്തിൽ നിന്നുള്ള ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു. ലോകത്തുള്ള സകല അവൻ കോണുകളിൽ നിന്നും ഇവൻ നീതിമാനാണ്, ഇവൻ ഭരിക്കത്തക്കതായ ഒരു പാപവും ചെയ്തിട്ടില്ല എന്ന് അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. എന്നിട്ടും പിതാവ് അവനെ തകർത്ത് കളവാത്തക്കണം ഇഷ്ടം തോന്നി. പ്രിയരെ, എന്തിനാണ് ഇത് അവന് വായമിണ്ടാതിരുന്നത്? എന്തുകൊണ്ടാണ് പിതാവ് അവനെ തകർത്ത് കളവാൻ ഇഷ്ടം തോന്നുന്നത്? അവൻ തകർക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നാം രക്ഷിക്കപ്പെടുകയില്ലായിരുന്നു. അവൻ ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പ് സാധ്യമാകിയില്ലായിരുന്നു. നമ്മുടെ സ്ഥാനത്ത് യേശു അവിടെ നിന്നു. നമ്മുടെ സ്ഥാനത്ത് നമ്മുടെ പാപത്തിന്റെ ചുമട് അവന് മേൽ ചുമത്തപ്പെട്ടു. പാപമില്ലാത്ത പരിശുദ്ധനായ ദൈവപുത്രന്റെ ചുമലിന്മേൽ സകല ലോകത്തിന്റെയും പാപത്തെ ചുമന്നൊഴിപ്പാൻ നമ്മുടെയായി തീർന്നു. അവൻ ഒരു വേളയിൽ ഇങ്ങനെ പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമേ. ആ പാനപാത്രത്തിൽ എന്റെയും നിന്റെയും പാപത്തിന്റെ കാട്ടുകളുണ്ടായിരുന്നു, എന്റെയും നിന്റെയും ശാപങ്ങളുണ്ടായിരുന്നു. അതിന്റെ ഭാരം അവന് കുടിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ പിതാവിനോട് പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കണമെന്ന് അവൻ ഉറക്കെ പ്രാർത്ഥിച്ചു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് നീണ്ടതായ ഒരു നിശബ്ദത മാത്രമായിരുന്നു അതിന് മറുപടിയായിട്ട് വന്നത്. എന്തിന്? എന്റെയും നിന്റെയും ദൈവം മക്കളാക്കി തീർക്കുവാൻ, എന്റെയും നിന്റെയും പേര് സ്വർഗത്തിൽ എഴുതി ചേർക്കുവാൻ വേണം പുത്രൻ അവൻ മരണത്തോളം പിതാവിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ അവിടെ തീർന്നു. ഇന്ന് രാത്രി കാലം ഈ ദൈവ സ്നേഹത്തിന് മുൻപാകെ നമ്മുടെ ശിരസുകളെ ഒന്ന് വണങ്ങുമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസന്നിധിയിൽ വണങ്ങാം. ഈ സമയത്ത് ഒരു ധ്യാന കീർത്തനം പാടുമ്പോൾ നമ്മെ തന്നെ ഒരു ദൈവസന്നിധിയിൽ ഈ ക്രൂശിനെ ധ്യാനിച്ചുകൊണ്ട് അല്പസമയം ദൈവസന്നിധിയായിരിക്കാം. ഈ പാട്ട് പാടുന്ന ഈ സമയത്ത് അങ്ങനത്തെ സഭകൾ ശുശ്രൂഷിക്കുന്ന കർത്താവിലെ വിലപ്പെട്ട ദാസന്മാർ 12 പേര് മുന്നോട്ട് കടന്നു എന്നോടുകൂടെ ഈ തിരുമേശയിൽ ശുശ്രൂഷിക്കുവാൻ തക്കണം വിനീതമായിട്ട് താല്പര്യപ്പെടുന്നു. മുന്നോട്ട് കടന്നു വന്നാട്ടെ പാട്ട് പാടും. കണ്ടാലോ അറിയുകയില്ല, ഉടവുചാപ്പോൾ മുറിഞ്ഞിടുന്നു,
നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ഒന്നാം ലേഖനം 11-ാം അധ്യായം അതിന്റെ 23 വാക്യങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയും കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. നാം നമ്മെ തന്നെ വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ വണക്കാം. വായിച്ചു കേൾപ്പെട്ടതായ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ശോധനയ്ക്ക് വേണ്ടി ഒരു നിമിഷം ഏൽപ്പിച്ചു കൊടുക്കാം. വിശുദ്ധീകരണത്തോടെ, ഭയഭക്തിയോടെ, യോഗ്യതയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. ഈ തിരുവേശയുടെ രീതി എപ്രകാരം വിശുദ്ധമായിരിക്കുന്നോ, എത്രമാത്രം പ്രാധാന്യമായിരിക്കുന്നോ, അതുപോലെ തന്നെ ഈ തിരുമേശയിൽ പങ്കെടുക്കുന്നവരുടെ യോഗ്യതയും അത്രമാത്രം പ്രധാനപ്പെട്ടതാണ്. ഹാബേലിലും അവന്റെ യാഗത്തിലും ദൈവം പ്രസാദിച്ചു എന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യാഗം കഴിക്കുന്നവരിലും അവൻ പ്രസാദകരമായി തീരുവാണ്ടുകളും നാം ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടേണ്ടത് ആവശ്യമാണ്. ഈ രാത്രികാലം വായിച്ചു കേൾപ്പെടുന്നതായ ദൈവവചനത്തിന് മുൻപാകെ നമ്മുടെ വായിലെ വാക്കുകളോ, നമ്മുടെ ഹൃദയത്തിലെ നിരൂപണങ്ങളോ, നമ്മുടെ നോട്ടങ്ങളോ, നമ്മുടെ ഭാവങ്ങളോ, നമ്മുടെ കൊടുക്കവാങ്ങലുകളോ, ഇടപാടുകളോ, രഹസ്യത്തിലോ പരസ്യത്തിലോ ആത്മീയമോ ഭൗതികവുമായ അവൻ വ്യക്തിപരമായോ സാമൂഹികരമായ നമ്മുടെ എല്ലാ മണ്ഡലങ്ങളിലും ദൈവത്തിന് അനിഷ്ടകരമായ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ രാത്രികാലം പുത്രന്റെ രക്തത്തിൽ കഴുകൽ പ്രാപിച്ചുകൊണ്ട് പ്രാഗൽഭ്യത്തോട് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റൊരു മനസ്സാക്ഷിയോടുകൂടി ഈ തിരുമേശയിൽ പങ്കെടുക്കുവാണെങ്കിലും ദൈവമേ ഒരുക്കരണമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുമേശയുടെ അനുഗ്രഹത്തെ വഹിച്ചുകൊണ്ട് അപ്പത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സാം ബെഞ്ചമിൻ ഇപ്പോൾ തിരുമേശയുടെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കും. കൽവരി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ചടക്കപ്പെടുന്ന യേശു കർത്താവിന്റെ ആ കർത്താവെ മഹായാഗത്തെ സ്തോത്രം ഓർപ്പിച്ചുണർത്തുന്നതായ ഈ തിരുമേശയിലേക്ക് ഞങ്ങൾക്ക് അടുത്ത് വരുവാൻ ദൈവത്തിന്റെ മഹാഭാഗ്യത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ ദൈവദാസനെ ബലപ്പെടുത്തിയല്ലോ. തുടർന്ന് കർത്താവെ ഏറ്റവും മഹത്വമായ നിലയിൽ നിന്റെ മഹത്വം കർത്താവെ തന്റെ ജനം അനുഭവിച്ചറിയത്തക്കവണ്ണം അനുഗ്രഹിക്കപ്പെട്ടതിൽ ശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവത്തിലെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾക്ക് ഭക്ഷിക്കുമ്പോൾ പാനം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ കൃപ ധാരാളമായി ഭാവിക്കുവാൻ തക്കവണ്ണം യോഗ്യതയോട് ഓരോ ദൈവങ്ങളിൽ നിന്ന് കരനീട്ടുവാൻ ദൈവം സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി അവിടുന്ന് സഹിച്ച കഷ്ടതകൾ, വേദനകൾ കർത്താവെ അവിടുന്ന് പ്രതികരിക്കാതെ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത ആ മഹാസ്നേഹത്തെ ഞങ്ങൾ ധ്യാനിക്കുന്ന കർത്താവെ ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ അത് വെളിപ്പെടുത്തുവാൻ ദൈവരാജ്യത്തിലേക്ക് ആദായപ്പെടുത്തുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവിന്റെ ദാസനെ തുടർന്ന് സൂക്ഷിപ്പാൻ സഹായിക്കണം. മഹത്വമെല്ലാം അങ്ങേക്ക് മാത്രം അർപ്പിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി കാൽവരി ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടതായ ഓമന കുമാരന്റെ തിരുശരീരത്തെ ഓർക്കുവാൻ തക്കണം. ഞങ്ങൾക്ക് കൽപ്പിച്ചാക്കപ്പെട്ടിരിക്കുന്ന ഈ അപ്പത്തെ തിരുക്കരങ്ങളെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആണിപ്പെടുത്തുള്ള കരങ്ങൾ കൊണ്ട് ഈ അപ്പത്തെ അനുഗ്രഹിച്ച് വാഴ്ത്തി ഞങ്ങൾ നൽകി തരുമാറാകണമേ. അങ്ങയുടെ തിരുക്കരങ്ങളിൽ നിന്ന് ഞങ്ങൾ വാങ്ങി നോക്കുമ്പോൾ അത് അനുഭവിക്കുമ്പോൾ അത് ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിലും സൗഖ്യത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമേ. കൃപ വ്യാപരിക്കുമാറാകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തതെന്നാൽ നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പമെടുത്തു, സ്തോത്രം 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 ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ചെവീൻ എന്ന് പറഞ്ഞു. നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ക്രിസ്തുവിൽ ഒരു ശരീരമാകുന്നു. നമ്മുടെ ആത്മാവിന്റെയും ശരീരത്തിന്റെയും വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെട്ട യേശു ക്രിസ്തുവിന്റെ തിരുശരീരത്തെ ഓർത്തുകൊണ്ട് വാങ്ങി പങ്കിട്ടുകൊള്ളുകയും ചുടുചോരം തുള്ളിയായി വീഴുന്നു
നിൻപാപം പോക്കുവാനല്ലയോ മുള്ളുകൾ ശിരസ്സതിലാഴ്ന്നതും നിൻ ശിരസ്സുയർത്തുവാനല്ലയോ ചുടുചോരത്തുള്ളിയായി വീഴുന്നു. കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കുവാൻ താല്പര്യപ്പെടുന്ന സഹോദരി അനുഭവിച്ചതിന് ശേഷം നിങ്ങൾക്ക് സമയത്ത് നിങ്ങളുടെ പാദരക്ഷകളും നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവസാനത്തിന്റെ രക്തവരെയും ചെയ്തു തന്ന ഞങ്ങളെ സ്നേഹിച്ചവനായ കർത്താവിന്റെ സ്നേഹത്തെ ഓർക്കുവാൻ ഇന്ന് രാത്രികാലം ഈ പാനപാത്രത്തെ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ആണിപ്പിടുള്ള കരങ്ങൾ കൊണ്ട് ഈ പാനപാത്രത്തെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങൾക്ക് നൽകി തരുമാറാകണമേ. തിരുക്കരങ്ങളിൽ നിന്ന് ഞങ്ങൾ വാങ്ങി പാനം ചെയ്യുമ്പോൾ ഇത് ഞങ്ങളുടെ ആത്മാവിലും ശരീരത്തിലും അനുഗ്രഹമായി സൗഖ്യമായി വിടുതലായി വ്യാപരിക്കപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. താഴെ കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. നാം അനുഗ്രഹിക്കുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നമ്മുടെ ആത്മാവിന്റെയും ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരിയിൽ ചെയ്തപ്പെട്ട യേശു ക്രിസ്തുവിന്റെ തിരുനിണത്തെ ഓർത്തുകൊണ്ട് വാങ്ങി പാനം ചെയ്വി. ആടുകളുടെയും ആളുകളുടെയും രക്തം പശുപശുവും ജടിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവനാണ് ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച ക്രിസ്തുയേശുവിന്റെ രക്തം നമ്മുടെ നിർജീവ മനസാക്ഷ്യം പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. നമ്മുടെ ആത്മാവിന്റെയും ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരിയിൽ ചെയ്തപ്പെട്ട യേശു ക്രിസ്തുവിന്റെ രക്തത്തെ ഓർത്തുകൊണ്ട് വാങ്ങി പാനം ചെയ്യും.
പാനപാത്രം നിന്ന് പാനം ചെയ്യുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തല്ലോ. മേശമേൽ വീഞ്ഞോ അപ്പവീഞ്ഞുകൾ ശേഷിച്ചിരിക്കുന്നു. ഇതിന്റെ ഓഹരിക്കാരായ അനേക ജീവിതങ്ങളോടെ ഈ പട്ടണത്തിൽ ദൈവകൃപയിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഇത് നമ്മെ വിളിച്ചറിയിക്കും. നമ്മുടെ കർത്താവ് ഇതുവരെയും വന്നിട്ടില്ല. അവന്റെ വരവ് ഏത് സമയവും ഉണ്ടാകും. അവന്റെ വരവെങ്കിൽ കാണപ്പെടുവാൻ ഗുണം ഒരുക്കമുള്ളവരായ ദൈവകൃപയിൽ ഏൽപ്പിച്ചുകൊണ്ട് ഒരു നിമിഷങ്ങളോട് നമുക്ക് ദൈവത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവിന്റെ വരവ് ഇതുവരെയും വന്നിട്ടില്ല. ഈ മേശ നമ്മെ വിളിച്ചിരിക്കുന്നത് വാഗ്ദത്തം ചെയ്തവൻ വരും, അവൻ താമസിക്കുകയുമില്ല. ചിലർ താമസമെന്ന് വിചാരിക്കുന്ന പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ദൈവം നമ്മുടെ ആയുസ്സിന്റെ ദിനങ്ങളിൽ എത്ര ജീവിതം നൽകി തരുന്നു, എത്ര ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പിതാവേ, ശ്രേഷ്ഠന്മാരായ അപ്പോസ്തലന്മാരായ ദൈവദാസന്മാരെ, അബുദാബി പെന്തക്കോസ്റ്റൽ കോൺഫറൻസിൽ അംഗങ്ങളായിരിക്കുന്ന ക്രിസ്തുവിന്റെ നിസ്തുല്യ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായ സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, വിശേഷാൽ യപ്കോണിന്റെ ഭാരവാഹികളെ, മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ആത്മീയ ഗായക സംഘം, നിങ്ങൾക്ക് എല്ലാവർക്കും ധന്യനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്രമേയ നാമത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഊഷ്മളമായ ആത്മീയ സ്നേഹവന്ദനങ്ങൾ. വളരെ സന്തോഷത്തോടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ചെറിയവനായ എനിക്ക് കർത്താവ് ഒരു അവസരം നൽകിയിരിക്കുകയാണ്. മലയാളികളുടെ സ്വപ്നഭൂമിയായ ഈ മണലാരണ്യത്തിൽ ദർശനത്തിന്റെ ദീപ്തി തെളിച്ചുകൊണ്ട് ആത്മീയ ഉത്സാഹത്തിൽ കഴിയുന്ന ദൈവമക്കൾ ഉത്സവത്തിന്റെ ലഹരിയിൽ അടുത്തടുത്ത ദിവസങ്ങളായി ഈ രാജ്യം മുഴുകുമ്പോൾ അതിൽ നിന്നും വേർപെട്ട ആത്മീയ ഉത്സവത്തിന്റെ ആത്മീയ ശൃംഖലയിൽ പിടിക്കുവാൻ ദൈവത്താൽ വരം ലഭിച്ച ദൈവദാസന്മാർക്കും ദാസിമാർക്കും അപ്പോസ്തലന്മാരായ കർത്തൃദാസന്മാർക്കും ഒരിക്കൽ കൂടി വന്ദനം പറയുക, നിങ്ങളുടെ നടുവിൽ സന്തോഷത്തോടെ നിൽക്കുകയും ചെയ്യും. ഈ ശുശ്രൂഷയിൽ വചനം സംസാരിക്കണമെന്ന് ശ്രേഷ്ഠനായ കർത്തൃദാസൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വളരെ പ്രാർത്ഥിച്ചു, ചിന്തിച്ചു എന്ന് പറയണം. വളരെ ആഴമായി വചന സത്യങ്ങളെ വളരെയധികം ആഴമായി സംസാരിക്കുന്ന പ്രാഗൽഭ്യമുള്ള അനുഗ്രഹീതരായ ദൈവദാസന്മാരാൽ നടത്തപ്പെടുന്നതാണ് ഈ 18 സഭകളും. അതുകൊണ്ട് വചനത്തിന്റെ ആഴം നിങ്ങൾക്ക് പുത്തരിയല്ല. അതോടൊപ്പം
സന്ദർശകരായി വരുന്ന ദൈവദാസന്മാർ കൊണ്ടുവരുന്നത് ഏറ്റവും നല്ല ബെസ്റ്റ് മിസൈലാണ്. അങ്ങനെ ആത്മീയ സമ്പന്നതയിൽ നിൽക്കുന്ന നിങ്ങളോട് അല്പമായ സമയം കൊണ്ട് വേദപുസ്തകത്തിന്റെ ആഴങ്ങളിലേക്ക് കയറുന്നതിനേക്കാൾ ഉപരിയായി എനിക്കും നിങ്ങൾക്ക് ഏറ്റവും ഉപകരിക്കുന്ന ചില കാര്യങ്ങൾ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കരങ്ങളെ കൊടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വിശുദ്ധ പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ദയവായി ഒന്ന് സഹായിക്കാമോ? വായിച്ച് പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പി. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും, യുവർ കോൾ ആൻഡ് സെലക്ഷൻ ഓർ എലക്ഷൻ ബി കൺഫേം. എന്റെയും നിങ്ങളുടെയും വിളിയും തിരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിക്കുക. നമ്മുടെ പിതാക്കന്മാർ വിശ്വാസത്തിന്റെ പാതയിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും ത്യാഗങ്ങളും സഹിച്ച് അവരുടെ ഓട്ടം ഓടി തീർത്ത് അവർ പർദീസയിൽ വിശ്രമിക്കുന്നു. ആ പിതാക്കന്മാരെ അനുഗമിച്ചുകൊണ്ട് നമ്മളും അത്രയും കഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവത്തിന്റെ വൻ കൃപയാൽ ആ പാതയിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ പിതാക്കന്മാർ ഓട്ടമോടി തീർത്തെങ്കിൽ നമ്മൾ ഓട്ടമോടി തീരുകയല്ല, നമ്മളുടെ ഓട്ടം ഇവിടെ തീരാൻ പോവുകയാണ്. ഈ പടിഞ്ഞാറൻ രാജ്യങ്ങൾ റോഡിൽ ഒടുവിലൊരു ബോർഡുണ്ട്, ഡെഡ് എൻഡ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറം റോഡില്ല, സൂക്ഷിച്ചോണം. പിന്നെ റോഡില്ല, ഡെഡ് എൻഡ് റോഡില്ല. ഇതുപോലെ വചനപ്രകാരമുള്ള ക്രൈസ്തവ സഭയുടെ ഡെഡ് എൻഡ് ഈ ഭൂമിയിൽ നമ്മൾ വന്നെത്തിയിരിക്കുകയാണ്. ദൈവവചനപ്രകാരമുള്ള ക്രിസ്തുവിന്റെ സഭയാകുന്ന, നിവാസമാകുന്ന, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന, കാന്തയാകുന്ന സഭയ്ക്ക് ഈ ഭൂമിയിലെ ഈ ലോകത്തിലെ ജീവിതത്തിൽ കഴിഞ്ഞ 2000 വർഷം കഴിഞ്ഞെങ്കിൽ അതിന്റെ ഡെഡ് എൻഡിൽ നമ്മൾ നിൽക്കുന്നു. 2012 ദൈവമക്കൾക്കെല്ലാം വളരെ സന്തോഷമുണ്ടാകും. ശാസ്ത്രം നല്ലൊരു സമ്മാനം നമുക്ക് നൽകി. എങ്ങനെ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് തിരുവചനത്തിൽ പറയുന്നത് വളരെ കറക്റ്റാണെന്ന് ശാസ്ത്രം തെളിയിച്ചു. നമ്മൾക്കതറിയാം. ബ്രിട്ടീഷുകാരനായ പീറ്റർ ഡബ്ല്യു വിങ്സ്, അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ ബെൽജിയംകാരൻ ഫ്രാങ്ക് കോയിൻ എൻഗ്ലർട്ട്, ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് കണ്ടുപിടിച്ച കണ്ടുപിടുത്തത്തിന്റെ പേരാണ്, അവർ ദൈവഗണം കണ്ടുപിടിച്ചു. കിങ്സ് ഫോഴ്സ് ഓഫ് ഗോഡ്സ് പാർട്ടിക്കിൾ കണ്ടുപിടിച്ചു. 2012 കെമിസ്ട്രിയുടെ നോബൽ സമ്മാനം അവർക്ക് രണ്ടുപേർക്കും കിട്ടിയപ്പോൾ ലോകത്തിലെ സകല ശാസ്ത്രവും സമ്മതിച്ചു എങ്ങനെ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു. അവർ കണ്ടുപിടിച്ചത് 530 കോടി വർഷം മുമ്പ് ഒരു തീഗോളം ഉണ്ടായിരുന്നു. ആ തീഗോളം ശബ്ദത്താൽ പൊട്ടിത്തെറിച്ചു. അതാണ് ബിഗ് ബാങ് തിയറി. ആ പൊട്ടിത്തെറിച്ച ശബ്ദം എവിടെ നിന്നും അവർക്കറിയത്തില്ല. എങ്കിലും പൊട്ടിത്തെറിച്ചപ്പോൾ അതിന്റെ അണുക്കൾ എൽമെന്ന് പറയുന്ന തീഗോളം, ഹൈഡ്രജൻ ആ കത്തിക്കൊണ്ടിരുന്നത്, അത് തണുത്തപ്പോൾ ഉണ്ടായ ഒരു ചെറിയ കഷണമാണ് ഭൂമി. തീഗോളം പൊട്ടിത്തെറിച്ചതാണെന്ന് പറയുമ്പോൾ നമ്മുടെ ദൈവദാസന്മാർ നമ്മളെ സങ്കീർത്തനത്തിൽ കൂടി ഓർപ്പിക്കും. 29-ാം സങ്കീർത്തനം 7-ാം വാക്യം, യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. കരങ്ങളെ സ്തുതിച്ച് അവരത് കണ്ടുപിടിച്ചു. എന്നാൽ പിറ്റേ വർഷം ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഒത്തിരി ശാസ്ത്രജ്ഞന്മാർക്ക് മൂട് വന്നില്ല. ഡിസംബർ 25 ക്രിസ്തുമസ്. അതിന് 10 ദിവസം മുമ്പ് ഒരു പുതിയ കണ്ടുപിടുത്തം ഒരു യുവ ശാസ്ത്രജ്ഞൻ വെളിയിൽ കൊടുത്തു. 2013 ഡിസംബർ 14 ഈ കിങ്സ് ഫോസം അല്ലെങ്കിൽ ദൈവഗണം കണ്ടുപിടിച്ച പീറ്റർ ഡബ്ല്യു വിങ്സിന്റെയും ഫ്രാങ്ക് കോയിൻ എൻഗ്ലർട്ടിന്റെയും കണ്ടുപിടുത്തത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ കണ്ടുപിടുത്തത്തിന്റെ ആകത്തുക കേട്ടോണം. ഞാൻ അദ്ദേഹത്തിന്റെ വാക്ക് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി പറയാം. ഈ ഗ്ലോബൽ വാർമിംഗ് ഇതുപോലെ തുടർന്നാൽ ആസന്ന ഭാവിയിൽ ഈ ഭൂമി 51 കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള 7 ഭൂഖണ്ഡമുള്ള 700 കോടി ജനമുള്ള ആകാശമുട്ട സുന്ദര സൗധങ്ങൾ തീർത്തിരിക്കുന്ന പർവ്വതാനി പോലെ വിരിച്ച റോഡുകളുള്ള അതിസുന്ദര പൂന്തോട്ടങ്ങളുള്ള സകല സിസ്റ്റങ്ങളുള്ള ഈ ഭൂമി കത്തി 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 ഒടുവിൽ അതിന്റെ വലിപ്പം ഒരു മണൽത്തരിയുടെ വലിപ്പത്തിലാകും. അതാ ശാസ്ത്രജ്ഞന്മാർക്ക് ക്രിസ്മസ് കേക്ക് തിന്നാനൊരു മൂടില്ല. അവർക്ക് മൂടില്ലെങ്കിലും ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർക്ക് നമുക്കും
മൂടുണ്ട്. കാരണം നമുക്കത് പണ്ടേ അറിയാം. പത്രോസ്ലീഹ നമ്മളോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുമെന്ന് പറഞ്ഞത് ഇപ്പോൾ തെളിയിച്ചെങ്കിൽ നമ്മുടെ വിഷയം ഇപ്പോൾ മനപ്രയാസമാർക്കാന്നറിയാമോ? പിശാച്. അവന് വളരെ ദുഃഖം. കാരണം ഇതാ ഈ തലമുറയിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ സംഭവം, ഈ ലോകം അവന് കിട്ടാൻ പോകുക, ഇത് മുഴുവൻ അവന്റെ കയ്യിലോട്ട് കിട്ടാൻ പോകാൻ നമുക്കറിയാം 7 വർഷം. അപ്പൊ അവന്റെ സങ്കടം എന്നാന്നറിയാമോ? ഈ ഭൂമിയിലെ ഏറ്റവും നല്ലത് ഇവിടുന്ന് പോകാൻ പോകുന്നു. സ്തോത്രം. ഈ ഭൂമിയിലെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞുണ്ട് ഈ മേശയ്ക്ക് പങ്കെടുത്തവർ. പ്രൈസ് ദി ലോർഡ്. അവരാണ് ഈ ലോകത്തിലെ ഏറ്റവും മേന്മയേറിയവർ. ഇതിനേക്കാൾ വലിയ ഹോട്ടൽ ഭക്ഷണമുണ്ട്, 45,000 രൂപയുടെ ലേമറിയ ഹോട്ടലിലെ സ്നാക്സ് ഉണ്ട്. എന്നാൽ അതിനേക്കാളല്ല അവനറിയാം വിലപ്പെട്ട ഭക്ഷണം ഇതാ, ഇതെല്ലാരും കൈ നീട്ടത്തില്ല, അതിന് യോഗ്യതയുള്ളവരെ കൈ നീട്ടത്തുള്ളൂ. അവരാണ് പരമയോഗ്യർ. അവർ ഈ ഭൂമിയിൽ പോകും. നല്ലത് പോയ നമ്മുടെ നാടൻ പാട്ട് അവന് കിട്ടാൻ പോകുന്നില്ല, ചൊള്ള. അവനും മോശമല്ല, അവനൊരു ലക്ഷണം, അവനൊരു പരിപാടി. ഈ നല്ലതി കുറത്തിനെയൊക്കെ പിടിച്ചിടാൻ വല്ലോ മാർഗമുണ്ടോ? അപ്പോൾ നാം ഈ തലമുറയിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2-3 കാര്യങ്ങൾ പറയുമ്പോൾ ഒരാത്മബലം നമുക്ക് കിട്ടണം. അതാണ് ഉദ്ദേശം. 2-3 realities we are facing nowadays. മറ്റേ എല്ലാ അനുഗ്രഹങ്ങളും ഒക്കെ നമുക്കുണ്ടെന്നാൽ നമുക്ക് എന്താണ് പ്രശ്നം? പഴയതിൽ നിന്നെല്ലാം വ്യത്യസ്തര പിതാക്കന്മാരെക്കാളെല്ലാം നമ്മൾ വളരെ മനോഹരമായി ആരാധിക്കുന്നു. നമുക്കിന്ന് നല്ല സ്ഥാപനങ്ങളുണ്ട്. പെന്തിക്കോസ്തുകാർക്ക് അവരുടേതായ ദൃശ്യ മാധ്യമങ്ങളുണ്ട്, പത്രങ്ങളുണ്ട്, പത്രക്കാരുടെ ഇരിപ്പുണ്ട്, നമുക്ക് സ്വന്തമായ പത്രമുണ്ട്, നമുക്ക് ചാനലുണ്ട്. നമുക്കില്ലാത്തതൊന്നുമില്ല. കേരളത്തിലെ ഒരൊറ്റ പള്ളി എയർ കണ്ടീഷൻ അല്ല, കേരളത്തിലെ പെന്തിക്കോസ് പള്ളി പലതും എയർ കണ്ടീഷനാണ്. അതിഗംഭീര പള്ളികൾ അവിടെ ഇല്ലേ? 1000-1500 വർഷത്തെ പഴക്കം പറയുന്നത്, അതൊന്നും എയർ കണ്ടീഷൻ അല്ല. പക്ഷെ നമ്മുടെ പലതും എയർ കണ്ടീഷൻ. അപ്പം നമുക്ക് അതിനൊന്നും ഒരു കുറവുമില്ല. അതെല്ലാം കിട്ടിക്കഴിഞ്ഞെങ്കിലും നമ്മളെ ഗ്രസിച്ചിരിക്കുന്ന ഒരു വലിയ പ്രശ്നം പേര് ചൂണ്ടിക്കാണിക്കാം. ഇസ്രായേൽ മക്കൾക്കൊരു വലിയ ദുഃഖമുണ്ടായി, ഒരു സംഭവം ഉണ്ടായി. 40 വർഷത്തെ അവരുടെ യാത്രയെല്ലാം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലെ പ്രോജക്റ്റ് അങ്ങോട്ട് തീരാൻ പോകുക. സയ്യാപുസ്തകം 31-32 അധ്യായത്തിൽ വരുമ്പോൾ കാണാം, ഈ നടത്തിയ മോശയോട് പറയുകയാണ്, നിനക്ക് ഒടുവിലൊരു ടാസ്ക്. എന്താന്ന് ചോദിച്ചെന്നാൽ മിഥ്യാന്യനോട് നീ പ്രതികാരം ചെയ്യണം. പിന്നെ ഈ ജനത്തെ സ്വർണ്ണനാണയവും വെള്ളി നാണയവും കണ്ട് ഞാൻ കൊടുത്ത പ്രവചനത്തെ കവർ ചെയ്ത് സ്വന്തം അങ്ങോട്ട് ശകലം കൊണ്ട് ഇട്ടുകൊടുത്ത് ഉപദേശമെല്ലാം തെറ്റിച്ച് ഒരു അച്ചായാലും അപ്പുറത്തുണ്ട്, അവനെ തട്ടിയേക്കണം. വിലയാ. ഇത് കഴിയുമ്പം നീ നിന്റെ ജനത്തോട് ചേരും. അത് കഴിഞ്ഞ് നിന്റെ സഹോദരൻ ആളുകുട്ടിയൊക്കെ ഉണ്ടാക്കി, അവനെ അങ്ങോട്ട് ഞാൻ കേട്ടത്തില്ല, അവന്റെ അവിടെ നിർത്തും. അത് കഴിഞ്ഞ് ഞാൻ യോശുവയ്ക്ക് പവർ എല്ലാം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 31-32 അധ്യായം. യോശുവയ്ക്ക് പവർ എല്ലാം അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്താൽ യോശുവ പിന്നെ നിങ്ങളെ ഒന്നും നടത്തണ്ട. യോശുവ മുമ്പിൽ നിങ്ങളെ ഈ പ്രോമിസ് മാറ്റത്തെ നാട്ടിലോട് കയറ്റിയാൽ മതി. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പറയുമ്പോൾ ഭയങ്കര ഇരച്ചിൽ കേൾക്കാം. അപ്പുറത്തെ വെടികെട്ടൊന്നുമല്ല, കൊയ്ത്ത് കാലത്തെ യോർദാൻ കര കവിഞ്ഞൊഴുകും. ആ വെള്ളത്തിന്റെ ഇരച്ചിൽ കേൾക്കാം. അപ്പൊ അത് നീന്തി കയറിയാൽ വാഗ്ദത്ത നാട് എന്നതാ പാലും തേനും ഒഴുകും. ഇത്രയും പറഞ്ഞ സംഗതിയെല്ലാം ഒപ്പിച്ചു കഴിഞ്ഞപ്പോൾ ചില പുള്ളികൾക്ക് ഒരു ഡെപ്യൂട്ടേഷൻ മോശയുടെ പുരോഹിതന്മാരുടെ അടുത്ത് പറഞ്ഞു, 9 ഗ്രാമങ്ങളുണ്ട് ഞങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ അമ്മായിയപ്പനും എല്ലാം കൂടെ ഞങ്ങൾക്ക് ഒരു 9 ഗ്രാമം തൽക്കാലത്തേക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടെയാണ് ഇഷ്ടം പോലെ പശു, അതിന് തിന്നാൻ ഞങ്ങളെക്കാതിന്റെ പുല്ല്, ഞങ്ങളെ അക്കരത്ത് കൊണ്ടുപോകരുത്, ഞങ്ങൾ ഇവിടെ കിടന്നോളാം. 40 വർഷം സ്വർഗത്തിലെ സ്പെഷ്യൽ ഫുഡ്, വൈറ്റമിൻ എ, കി, ബി, സി എല്ലാം കൊടുത്ത് മിനറൽ വാട്ടർ കുടിപ്പിച്ച് ചെരുപ്പിന്റെ സ്റ്റാഫും പൊട്ടിക്കാതെ കൊളസ്ട്രോൾ കൂടാതെ കുറയാതെ എല്ലാം റെഗുലേറ്റ് ചെയ്ത് ഒരുത്തനും ഷുഗർ വരാതെ ഒത്തിന്റെ BP 80-110 കൂടാതെ ഇങ്ങനെ നടത്തി കൊണ്ടുവന്നിട്ട് അക്കരെ തമ്പുരാൻ ഇറങ്ങി വരുമ്പോ പറയുക, ഇവിടെ പുല്ലുണ്ട്, ഞങ്ങളിവിടെ കിടന്നോളാം. 32-ാം അധ്യായം വീട്ടിൽ പോയി വായിക്കണം. 14-ാം വാക്യം മോശ പറഞ്ഞു, നിന്റെയൊക്കെ അപ്പന്മാർ ഈ പണി കാണിച്ചത് കൊണ്ടാണ് നമ്മളിവിടെ അലഞ്ഞത്, നീയും എല്ലാം പാവികയുടെ കൂട്ടണോ? ദൈവമക്കളെ, ഞാൻ നിങ്ങൾ ഇവിടെ നിൽക്കുന്നിപ്പോൾ 45 ലക്ഷം അഭയാർത്ഥികളെ സമ്മാനിച്ചുകൊണ്ട് സിറിയയിൽ ഒരു വിപ്ലവം നടക്കുന്നു.
2.5 ലക്ഷം ശവശരീരങ്ങൾ അടക്കുവാൻ ലോകത്തിന് കൊടുത്തുകൊണ്ട് മുന്നേറുന്നു. യൂറോപ്പ് വിറയ്ക്കുന്നു. പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ ഓൾറെഡി ക്രിസ്ത്യാനിത്വം അവിടുന്ന് പോയി. ഒരല്പമുണ്ട്, അതുകൂടെ കളയത്തക്കവണ്ണം മറ്റൊരു സംസ്കാരവുമായി 45 ലക്ഷം അറബ്സ് തള്ളിക്കേറുന്നു. ബ്രിട്ടൻ മുതൽ ജർമ്മനി വരെയുള്ള സകല രാജ്യങ്ങളും വിറയ്ക്കുന്നു. ഇതെല്ലാം കൂടെ വന്നു കയറിയാൽ എങ്ങനെയാവും? അങ്ങനെ അവർ വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ എതിർ ക്രിസ്തുവിന്റെ ആർമിയുടെ ഫോർമേഷനും നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ആരംഭം ദാനിയേൽ 9:26 വരുവാൻ ഇരിക്കുന്ന പ്രഭുവിന്റെ പടയല്ല, പടജനം. ലോകത്തിലെ സകല രാജ്യങ്ങളിലും മിലിറ്ററി അവിടെ ബോൺ സിറ്റിസൺ ആയിരിക്കണം. 2 റിക്രൂട്ട് ചെയ്തെടുക്കും. ഒക്കവും മണ്ണോ അളവില്ലാന്ന് എക്സ്പെർട്ടറിക്കാരോട് നിൽപ്പില്ലേ? ഒരിക്കൽ നിങ്ങളും പോയി നെഞ്ചിച്ചു വളഞ്ഞ് ഒരിഞ്ച് കൂട്ടാൻ ഇങ്ങനെ ശ്വാസം പിടിച്ചു കൊടുത്തല്ലേ? ഇത് നോക്കിക്കേ, ലോകത്തിലെ സകല രാജ്യങ്ങളിൽ നിന്നും ഒഴുകി അങ്ങോട്ട് ചെന്ന് കയറുന്നു. സമ്പന്ന രാജ്യമായ അമേരിക്കയിൽ നിന്ന് 200 പേരെ, ഓസ്ട്രേലിയയിൽ നിന്നും 250 കിട്ടിയ കണക്ക് മാത്രം. എത്ര കഷ്ടം! ഒരിക്കൽ ക്രിസ്തു മതത്തിന് വേണ്ടി ഓടി നടന്ന ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്നും 14 വയസ്സുള്ള പെൺകുട്ടികൾ ഓടി അവിടെ ചെന്ന് കയറി. കൈക്കുഞ്ഞുമായി മദാമ്മമാർ ചെന്ന് കയറുന്നു. ഇന്ത്യയിൽ നിന്നും 14 പേരെ ഒടുവിൽ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട്ട് നിന്ന് ഒരു മലയാളി ചെന്ന് കയറുന്നു. എങ്ങോട്ട്? ISIS, ഇസ്ലാമിക് സ്റ്റേറ്റ്, സിറിയ ആൻഡ് ഇറാഖ് എന്ന് പറഞ്ഞ് തുടങ്ങി ക്രിസ്ത്യാനികളുടെ കഴുത്ത് വെട്ടിക്കൊണ്ട് മുന്നേറുമ്പോൾ ലോകത്തിൽ നിങ്ങൾക്ക് നോക്കിക്കുക, എന്താണ് സംഭവം? പെന്തക്കോസ്റ്റൽ ദിവസം സഭ ആരംഭിച്ചു. സ്വന്തമായിട്ടൊരു ടേബിൾ പോലും ഇല്ല. ഒരു വിശാല ഹൃദയനായ ദേവദാസൻ ഡൊണേറ്റ് ചെയ്ത ഹാള്. അവിടെ ആരംഭിച്ചപ്പോൾ ശക്തമായ എതിർപ്പ്. എവിടുന്ന്? ലോകത്തിലെ യഹൂദ മത നേതൃത്വം പല്ലും നഖവും ഉപയോഗിച്ച് അടിച്ചമർത്താൻ തുടങ്ങി. ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ അപ്പോസ്തലനായ പത്രോസിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യിച്ചു. തുടങ്ങി വീഴണം. അത് കഴിഞ്ഞപ്പോൾ ആദ്യം റോമൻ ഗവൺമെന്റ് അല്പം സപ്പോർട്ട് ചെയ്തെങ്കിലും അവരും ഘടകവിരുദ്ധമായി എതിർത്തു. അതിനകത്ത് എങ്ങനെ സഭ വളർന്നു? തോക്കിന്റെ മുനയല്ല, വാരിക്കുന്നമല്ല, പടക്കുതിരിയല്ല, ആ സ്വർഗം നിശ്ചയിച്ചു സഭ വളരണം. അതിന് തമ്പുരാൻ ചെയ്തത് പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേൽ പകർന്നപ്പോൾ സകല ശത്രുതകളും തകർത്തുകൊണ്ട് ക്രൈസ്തവ സഭ വളർന്നെങ്കിൽ ഇന്ന് നിങ്ങൾ നോക്കിക്കേ, 3 വർഷം കൊണ്ട് ഒരു പ്രത്യേക പ്രതിഭാസം. ലോകത്തിലെ 4 പ്രമുഖ മതങ്ങൾ, അതിൽ 3 മതങ്ങളെയും ഔദ്യോഗികമായി സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് നിലവിലുണ്ട്. ഒരു ഇസ്ലാമിനെ തൊട്ടാൽ സംഗതി മാറും. അവർക്ക് സ്ട്രോങ് സപ്പോർട്ടിംഗ് ഗവൺമെന്റ്. യഹൂദനെ തൊടാൻ നോക്കിയാൽ മതി, കളി മാറും. ഗവൺമെന്റ് ഓഫ് ഇസ്രായേൽ ഒരു യൂതനെ തൊട്ടാൽ പണി മാറും. ഇസ്ലാമിനെ തൊട്ടാൽ കളി മാറും. ലോകത്തിലെ 7-1 ജനങ്ങളിൽ ഒരാൾ ഹിന്ദുവാ. ഇന്നൊരു ഹിന്ദുവിനെ തൊട്ടാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഔദ്യോഗികമായി സപ്പോർട്ട് ചെയ്യും. ഇല്ലേ? എങ്കിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ളത് ക്രിസ്തീയ സഭയാണെങ്കിൽ ഈ ക്രിസ്തീയ സഭയെ ഔദ്യോഗികമായി സപ്പോർട്ട് ചെയ്യുവാൻ ഇന്ന് ലോകത്തിൽ ഒരൊറ്റ ഗവൺമെന്റ് ഇല്ല. എന്തുകൊണ്ടില്ലാതായി? സപ്പോർട്ട് ചെയ്ത് അമേരിക്കയും ബ്രിട്ടനും എല്ലാം പുറകോട്ട് മാറിയില്ലേ? തമ്പുരാന്റെ പ്ലാനാ. സഭ ആരംഭിച്ചപ്പോൾ ആത്മാവിന്റെ ശക്തിയിലാണെങ്കിൽ അന്ത്യകാലത്ത് സഭ തീരാൻ പോകുമ്പോൾ അതേ ശക്തിയിൽ ജ്വലിച്ച് പ്രകാശിച്ച് സഭ എടുക്കപ്പെടണം. ഇത് ദൈവത്തിന്റെ പ്രോജക്ട്. തീർന്നില്ല. നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തിരുവചനം പഠിച്ച ദൈവക്കും ദൈവദാസന്മാർക്കും അറിയാം. മുഴുവൻ മഹോദ്രവത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങി. ആ 7 വർഷത്തെ അതിഭയങ്കരമായ അതിരൂക്ഷമായ മ്ലേച്ഛത നിറഞ്ഞ ഭരണത്തിന്റെ ഒരുക്കം അണിയറയിൽ തകർത്തുകൊണ്ട് ലോകത്തിലെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളും രാഷ്ട്രീയ ചേരിപ്പോരും എല്ലാം നടക്കുന്നു. നാളെ രാത്രി, തത്വത്തിൽ ഇന്ന് രാത്രി, പക്ഷേ ഒറിജിനലി നാളെയാണ്. യുണൈറ്റഡ് നേഷൻസിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകത്തിലെ രാഷ്ട്ര തലവന്മാർ മുഴുവൻ ചെന്നെത്തിക്കഴിഞ്ഞു. നാളെ രാത്രി ഒരു മീറ്റിംഗ് ഉണ്ട്. 25-ാം തീയതി, നമുക്ക് 26. യുണൈറ്റഡ് നേഷൻസ് 2009 ഒരു പദ്ധതി പ്ലാൻ രഹസ്യത്തിൽ 2009 എക്കണോമിക്കൽ ക്രൈസിസ് ആദ്യം വന്നത്. അപ്പോൾ ഈ രാജ്യത്തെല്ലാം നിലയടിച്ചു. അന്ന് ബുദ്ധിജീവികളും ശാസ്ത്രജ്ഞന്മാരും സാംസ്കാരിക നായകന്മാരും ചേർന്ന്
ഇട്ട പദ്ധതി നിങ്ങളായി കമ്പ്യൂട്ടറിൽ അടിച്ചാൽ കിട്ടും. ന്യൂ വേൾഡ് ഓർഡർ, പുതിയ ലോക ഭരണ സംവിധാനം, ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുവാൻ, കഷ്ടപ്പാടുകൾ മാറ്റുവാൻ, അപകടങ്ങൾ, യുദ്ധങ്ങൾ കുറയ്ക്കുവാൻ ഏറ്റവും നല്ലത്. ഈ ലോകത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും പരമാധികാരമുള്ളപ്പോൾ തന്നെ അവരുടെ എല്ലാം കൺസെന്റോടെ ഒരു പുതു വ്യക്തിയെ കണ്ടുപിടിക്കാം, അദ്ദേഹത്തിന് വേൾഡ് റൂളർ എന്ന് പേരിടാം. അങ്ങനെ ഒരു സംവിധാനം 2009 കൂടിയെങ്കിൽ നാളെ രാത്രിയിൽ യുണൈറ്റഡ് നേഷൻസിന്റെ പ്രത്യേക സമ്മേളനം അതിന്റെ പ്രസംഗം നടത്തുവാൻ ക്ഷണിച്ചിരിക്കുന്നത് മാർപ്പാപ്പായ ക്രൈസ്തവ ലോകം എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ പരമാധ്യക്ഷൻ. അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞു. ഇനി പുള്ളിയുടെ വായിക്കുന്നത് എന്നാ നാളെ അറിയാം. പ്ലാൻ പുറകിൽ ഏകലോക സംവിധാനം വെളിപ്പാട് 13:7 എന്ന് നിവർത്തിക്കണം. സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും എതിർ ക്രിസ്തുവിന് അധികാരം. സകല ഗോത്രത്തിന്മേലും ഭാഷമേലും എതിർ ക്രിസ്തുവിനെ അധികാരം എന്ന് എഴുതിയിരിക്കുന്നത് നടപ്പിൽ വരുത്തുവാൻ നാളെ രാത്രി മീറ്റിംഗ് കൂടുമ്പോൾ ഇതാ കഴിഞ്ഞ വ്യാഴാഴ്ച ഇസ്രായേലിലെ റബ്ബിമാരെല്ലാം ഒന്നിച്ചുകൂടി. അവർക്ക് മനസ്സിലായി നാളെ രാത്രി 8ാമത്തെ ഒടുവിലത്തെ ബ്ലഡ് മൂൺ, രക്തമേഹൂതനടയാളം, ബ്ലഡ് മൂൺ നാളെ രാത്രി ചന്ദ്രൻ ചുമക്കുകയല്ല രക്തമാകും. നാസ കണ്ടുപിടിച്ചു, ഡിക്ലെയർ ചെയ്തു. അവർക്കറിയാം രക്തമടയാളം. അതിന് 4 കാര്യങ്ങളുണ്ടെന്നും ചിന്തിക്കാൻ നേരമില്ല. ആദ്യത്തെ അടയാളത്തിലാണ് 1492 ബ്ലഡ് മൂണിലാണ് അവർക്കൊരു അത്താണിയായിട്ട് അമേരിക്ക കിട്ടിയത്. 2ാമത്തെ ബ്ലഡ് മൂൺ 1948 ബ്ലഡ് മൂൺ വന്നപ്പോൾ അവർക്ക് അവരുടെ രാജ്യം കിട്ടി. 3ാമത്തെ ബ്ലഡ് മൂൺ 967 ഏപ്രിൽ 14 എല്ലാം അവരുടെ പ്രത്യേക ദിവസം. അന്ന് അവർക്ക് യെരുസലേം കിട്ടി. ഇനി പറയുന്നവർക്ക് പറയുന്നു ഞങ്ങൾക്ക് ഒന്ന് കിട്ടാനുണ്ട്, ഞങ്ങളുടെ മശിഹ ഇങ്ങോട്ട് വരണം. അതിനാണ് രക്ത മൂണെന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു ഞാൻ വന്നിട്ട് നീ ഒന്നും എന്നെ കൈക്കൊണ്ടില്ല, വേറൊരുത്തം വരും വ്യാജനാമത്തിൽ നീ എല്ലാം കൈക്കൊള്ളും. അത് നിവർത്തിക്കാൻ പോവുകയാണ്. അതിനു മുമ്പേ ഈ ഇരിക്കുന്ന ഞാൻ നിങ്ങൾ മേലോട്ട് എടുക്കപ്പെടണം. അല്ലേ? ഇനിയും അടയാള സമയം കിട്ടിയ ഒടുങ്ങി പറയാം. അങ്ങനെ നമ്മൾ നിൽക്കുമ്പോൾ ആ ആചാര്യന്മാർ റുബേരിയും ഗാന്ധിനും പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിൽ സാത്താൻ വലിയ ആക്ഷൻ ഇട്ടിട്ടുണ്ട്. എന്നാന്നറിയാവോ? മങ്ങിപ്പോയ പ്രത്യാശ. സംഗതിയെല്ലാം കൊള്ളാം, ആരെയും കുറ്റം പറയല്ല. നമ്മൾ ചിന്തിക്കണം, പ്രത്യാശയ്ക്ക് മങ്ങലുണ്ടോ? കർത്താവ് വരണ്ടെന്നൊന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ എപ്പോഴും പറയും ആമീൻ കർത്താവ്, ആദ്യം പറയും തരണേ, പിന്നെ പറയും വരണേ. പക്ഷെ നമ്മുടെ പ്രോബ്ലം അതല്ല. കർത്താവ് എനിക്ക് വന്നു, ഇപ്പൊ വേണ്ട. കാരണം എന്റെ കുറച്ച് ഹോൾഡിംഗ് ഉണ്ട്. ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാതെ ഞാൻ അങ്ങനെ അങ്ങോട്ട് വരുന്നത് ശരിയാണോ എന്ന് ചിന്തിച്ചേ. പ്രത്യാശയ്ക്ക് മങ്ങവില്ല. അവര് പറഞ്ഞേ ഇവിടെ കുറച്ച് പുല്ലുണ്ട്, പച്ചപ്പുല്ല്. അവരറിയുന്നില്ല ഒറ്റ രാത്രി കിഴക്കങ്കാനടിച്ചാൽ പച്ചപ്പുല്ല് ഉണക്കപ്പുല്ലാക്കുന്നവനാ ദൈവം. ഇതുപോലെ നമുക്കൊരു ചിന്തയുണ്ടല്ല, നമുക്ക് കാര്യമൊക്കെ നല്ലതാ, ഒന്നാമതൊരു അനുഭവങ്ങളുണ്ട്. ഇത് ഇട്ടേക്ക് എങ്ങനെ പോകും? ഞാൻ താമസിക്കുന്നത് 14ാമത്തെ നിലയിൽ AC ഉള്ള ഗ്രാനൈറ്റ് ഉള്ള റൂമിലാ, അല്ലെ ഫ്ലോറില. ഇതിട്ടേക്ക് എങ്ങനെ ഞാൻ അങ്ങോട്ട് പോകുന്നത്? ഇല്ലേ, ഇവിടെ 14ാമത്തെ നിലയിൽ AC ഉള്ള ഗ്രാനൈറ്റ് റൂം ആണെങ്കിൽ സ്ഥിരം കിട്ടാൻ പോകുന്ന 85 ലക്ഷം അടി വീട്. വൈഡൂര്യം, നരവർണ്ണി, മാണിക്യം, മരതകം മുതലായ സ്വർഗത്തിലെ രക്തം ബേബി ചെയ്ത അതിസുന്ദരമായ സ്ഥലത്താ. ഇവിടുത്തെ AC അല്ല, അവിടെ കുഞ്ഞാണതിന്റെ വിളക്ക. ഹല്ലേലൂയ. ഇവിടുത്തെ മനോഹരമായ വസ്ത്രമല്ല, ഉടുപ്പിക്കാൻ പോകുന്ന തേജസ്സ. ആ ദർശനമുണ്ടെങ്കിൽ നമുക്ക് കുറവ് വരത്തില്ല. ലോകം നമ്മളെ ക്ലിപ്പിട്ടോണ്ടിരിക്കുക. അതിൽ നിന്നും പച്ച പെന്തിക്കോസ്തുകാരായ നമ്മൾ ഏത് സമയത്തും പറയണം, ഇതെല്ലാം എനിക്കുണ്ടെങ്കിലും എന്റെ പ്രിയന്റെ ശബ്ദം കേൾപ്പാൻ മറുരൂപപ്പെടാൻ ഞാൻ തയ്യാർ. 3 പ്രശ്നങ്ങളാ, നമുക്ക് സമയമുണ്ടെന്ന് തോന്നുന്നില്ല എല്ലാം പറയാൻ. ലോകത്തെ സാത്താൻ കൂടുതൽ മനോഹരമാക്കി കാണിക്കുന്നു. അപ്പൊ നമുക്കൊരു ചിന്ത വരും, കർത്താവ് ഇപ്പം വരരുത്, പാടില്ല ദൈവമക്കളെ. നമ്മൾ അതുകൊണ്ട് ജോലി കളയണമെന്നല്ല, ബിസിനസ് നടത്തണമെന്നല്ല, എല്ലാം റുട്ടീൻ. പക്ഷെ ഏത് സമയത്തും അവൻ വരുമ്പോൾ പോകാൻ ജാഗരൂഢരായി ഒരുങ്ങിയിരിക്കണം. ജോർദാൻ വെള്ളം ഇരച്ചു കയറുന്ന ശബ്ദം കേട്ടിട്ട് അച്ചായന്മാർ പറഞ്ഞ് ഞങ്ങളെ കയറ്റരുതെന്ന്. അവന്റെ വരവിന്റെ ലക്ഷണം ആകെ നാസ വരെ കണ്ടുപിടിച്ചു. വടക്ക് ഭാഗത്ത് നിന്നും ഒരു വലിയ വെളിച്ചപ്രകാശം വടക്കുന്ന് ഇങ്ങോട്ട് എന്താ അടിക്കുന്നു, അവിടുന്ന് എന്തോ വരുന്നെന്ന് നാസ പറയുമ്പോൾ നമുക്കറിയാം ഉത്തരഗിരിയായ സിയോൻ പർവ്വതം മനോഹരമാണ്. അവിടുന്ന് കാന്തയെ ചേർക്കാൻ ഇങ്ങോട്ട് വരിക. 2000 വർഷം മുമ്പ് വന്നതുപോലല്ല, അവൻ തേജസ്സോടെ വരുമ്പോൾ പ്രപഞ്ചം പോലും ജ്യോതിസായി മാറുമ്പോൾ
സാത്താന്റെ ടെക്നോളജി. 2, ലോകം മനോഹരമാക്കിയിട്ട് ഇവിടുത്തെ ഉപകരണങ്ങളെ എല്ലാം അതിസുന്ദരമാക്കി പിന്നെ പോകാൻ നമുക്ക് തോന്നുകയില്ല. അതിനെ അതിജീവിക്കാന്നുള്ള എന്റെ നിങ്ങളുടെ ദൗത്യം. ആത്മീയത്തിന് പ്രാധാന്യം കൊടുക്കണം. ലോകം നല്ലതാണ്. ഇവിടെ 2 ആഴ്ച ഒരു വെള്ളിയാഴ്ച ഒരു സഭായോഗത്തിൽ, ഇവിടെ അല്ല, അബുദാബിയിലും അല്ല, പോയി 1:30 വരെ സഭായോഗം. 11:45 മുതൽ 12:45 വരെ ഞാനാണ് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഒരു ശ്രേഷ്ഠനായ ദേവദാസൻ പ്രൊഫഷണലാ വന്നിട്ടുണ്ട്. സാധാരണ ആളല്ല, പ്രൊഫഷണലാ. ഒരു വളരെ എല്ലാവർക്കും ആവശ്യം വേണ്ടി ഒരു പ്രൊഫഷണൽ ദേവദാസന് വന്നു. അദ്ദേഹം വന്നത് ഇവിടെ പെന്തിക്കോസ്തുകാരല്ലാത്ത ഒരു ക്രൈസ്തവ സമൂഹം കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ വിളിച്ചതാണ്. അതിന് വന്നതാ, മലയാളിയാ. പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യമൊക്കെ ഞാൻ ക്ലാസ് എടുക്കാം, ഇന്ന് ആത്മാവിന്റെ സത്യത്തിൽ ആരാധിക്കും, നിങ്ങളുടെ കൊണ്ട് ഞാൻ കുരിശ് പരിചയം നിൽക്കത്തില്ല, ഞാൻ ആരാധിച്ചിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് പുള്ളി വന്നതാ. അപ്പം 12:45 മുതൽ 1:30 വരെയുള്ള ടൈം അദ്ദേഹത്തിന് ഈ ലോകം കയറി വരുന്നത് പറയാനില്ല. 12:45 ഞാൻ പോയി, വേറൊരു മീറ്റിംഗിന് ഞാൻ പോയി. അദ്ദേഹം പ്രസംഗിച്ചു. പിറ്റേ ദിവസം അതേ സഭയിലെ ദേവദാസൻ എന്നെയും അദ്ദേഹത്തെ ലഞ്ചിന് വിളിച്ചു വീട്ടിൽ. ഞാനും ചെന്നു, അദ്ദേഹവും വന്നു. ഞങ്ങൾ തമ്മിൽ വേറെ ബന്ധവും. ചോറിനോട് പേരോട് അച്ചായൻ പോയി കഴിഞ്ഞ് പ്രസംഗിച്ചൊരു 5-8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലൊരു സുമുഖനായ ചെറുപ്പക്കാരൻ എഴുന്നില്ലേ, പുള്ളി എന്നെ എഴുന്നേറ്റ് പോയി. അപ്പം എന്നാൽ ഈ ദൈവദാസൻ എന്നോട് പറഞ്ഞു തരട്ടെ, പുള്ളിക്ക് മലയാളം അറിയാണ്ടായിരുന്നു, എങ്കിൽ ഞാൻ ഇംഗ്ലീഷിൽ കൂടി പറഞ്ഞേനെ. ഞാൻ പറഞ്ഞ പുള്ളിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് പുള്ളി എഴുന്നേറ്റ് പോയി. ഞാൻ മലയാളത്തിലാണ് പ്രസംഗിച്ചത്. ഉടനെ ആ ദേവദാസൻ ഞങ്ങളെ ക്ഷണിച്ച ആദ്യത്തെ ദേവദാസൻ പറഞ്ഞു, അയ്യോ പുള്ളി മലയാളിയാ, തിരുവല്ലക്കാരനാ. പോയത് അതുകൊണ്ടൊന്നുമല്ല, പുള്ളി 2 ആഴ്ച 3000 ദറാംശ് കൊടുത്തൊരു പട്ടിയെ മേടിച്ചിട്ടുണ്ട്. 1 മണിക്ക് മുമ്പ് എനിക്ക് ചോറ് കൊടുത്തില്ല, എനിക്ക് ഗ്യാസ് കയറും, അതിന് പോയതാണ്. ലോകമുണ്ടോ ദർശനമുണ്ടോ നിങ്ങൾ നോക്കിക്കോ. അവന്റെ ഗ്യാസ് നിലനിൽക്കാൻ അവനെ ആരാധിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അന്നേരം അവന് പട്ടിയുടെ ഗ്യാസ് മാറ്റണം. ഭാര്യ സുഖമില്ലാതെ കിടന്ന കുറച്ച് വെള്ളം എത്തി കൊടുക്കാൻ സ്റ്റവ് ഓൺ ചെയ്യാൻ അറിയാൻ മേലാത്ത വില്ലൻ മനോഹരമായ വചന ശുശ്രൂഷ പട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ പോയേക്കും. ഇതാ ലോകം. വേണ്ടെന്നല്ല, ആത്മീയത്തെ അസ്തമിപ്പിക്കുവാൻ, ആത്മീയത്തിന്റെ ശോഭ കളയുവാൻ എന്തെല്ലാം കിട്ടിയാലും അതിനെ ചപ്പെന്നും ചവറെന്നും എണ്ണുമ്പോൾ അവൻ കുഞ്ഞാടിന്റെ കാന്തയെന്ന യോഗ്യതയുള്ളവരായി മാറും. ഈ നന്മകൾ വേണ്ടെന്നല്ല, പട്ടി വേണ്ടെന്നല്ല, കുതിര വേണ്ടെന്നല്ല, വാഹനം വേണ്ടെന്നല്ല, അതിനേക്കാളല്ല ഉപരിയായി നമുക്കൊരു വിഷയം വേണം. എന്നെ നടത്തുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കും. ഉപകരണമൊക്കെ നല്ലതാ, അതും നോക്കിക്കോണം. ഇന്നത്തെ ലോകം ഇന്റർനെറ്റ് വേൾഡ്, അത് എസൻഷ്യലാ. അല്ലാതെ നിങ്ങൾക്കൊന്നും പറ്റുകയില്ല. ജോലി ചെയ്യുന്ന ഇന്റർനെറ്റില്ല. അത് സിസ്റ്റം മാറി. കാരണം മഹോപദ്രവത്തിൽ ഒരുത്തനല്ല നിയന്ത്രിക്കണം. അതിനുള്ള സിസ്റ്റം ഒരുത്തനെ നിയന്ത്രിക്കണം. ഇന്റർനെറ്റ് വേൾഡ്. ആന്റി ക്രൈസ്റ്റ് 2 സാക്ഷികളെ കൊന്നിടുമ്പോൾ മൂക്കിൽ ഈച്ചയെ പിടിച്ച് യെരുശലേമിന്റെ സ്ട്രീറ്റിൽ കമന്ന് കിടക്കുന്നത് എല്ലാം കാണണം. അപ്പൊ ജോലി ചെയ്യുമ്പോഴും ഓഫീസിൽ ഇരിക്കുമ്പോഴും എല്ലാം ഈ സൂത്രം തുറക്കുമ്പോൾ 2 ശവം കിടക്കുന്നത് കാണണം. നോക്കിക്കേ, അതിനൊക്കെ ഇത് ഡെവലപ്പായി. നല്ല ചെയ്തോട്ടെ, പക്ഷേ അത് നമ്മളെ വിളിക്കരുത്. വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കിക്കോ. ഈ ഡിവൈസസ്, ഉപകരണങ്ങൾ നമ്മളെ വിളിക്കരുത്. TV നല്ലതാ, ഫോൺ നല്ലതാ, ഇന്നൊന്നും നല്ലതാ, പിന്നെ കാണിക്കാൻ പോവുക, ഇതെല്ലാം നല്ലതാ. പഴയ കാലത്തെ തിരുവയനം എന്ന് പറഞ്ഞാൽ പുതിയ നിയമം കൊണ്ടു നടക്കണ 25 പൗണ്ടാ വെയിറ്റ് തോളം കൊണ്ടു നടക്കണം. കാരണം നദീതീരത്തുണ്ടായിട്ടുള്ള ചെടി തല്ലിച്ചതച്ച് പദം വരുത്തി പാർച്ച്മെന്റ് അതിൽ സൂചി കൊണ്ട് എഴുതിയതാ ഒരു പുരാതന ലിഖിതം. 15 പൗണ്ടുണ്ട്. ആ ബുദ്ധിമുട്ട് മാറ്റാൻ പിന്നെ കണ്ടുപിടിച്ചു ടാനി, തോൽ ഊറക്കിട്ടിട്ട് അതിലെഴുതി കഴിഞ്ഞാൽ റോളായിട്ട് കൊണ്ടു നടക്കാൻ വലിയ പാടില്ല. അത് വന്നു. കുറച്ചു കഴിഞ്ഞപ്പോ പ്രിന്റിംഗ് പ്രസ് വന്നു. അപ്പൊ ഇതെല്ലാം കൂടെ പുസ്തകത്തിലാക്കി കൈ കിട്ടും. അന്നേരം ഒരു അച്ചാൻ പറയേ, ഇത് ശരിയല്ല, അത് പരിഷ്കാരമാണ്. ഞാൻ പഴയ തോൽച്ചുള്ളും കൊണ്ട് പാർച്ച്മെന്റ് കൊണ്ട് നടക്കത്തുള്ളൂ പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. സംഗതിയുള്ള പുസ്തകമെല്ലാം മാറി. ഇന്ന് കയ്യിലില്ലേ സൂത്രം ഇല്ലേ? അത് നല്ലതാ, കുഴപ്പമില്ല. ICPFന്റെ മീറ്റിംഗ് ഞാൻ പോയി. 4 സഹോദരന്മാർ 4 സഹോദരിമാർ. എനിക്ക് വളരെ സന്തോഷം തോന്നി, രസവും തോന്നി. കാരണം 4 പേരുടെയും 8 പേരുടെയും വലത്തെ കയ്യിൽ മൈക്രോഫോൺ, വലത്തെ കൈ 8 പേരുടെ കയ്യിൽ ഫോണും ഐഫോണും നോക്കിയാ പാട്ട് കൊള്ളാം എല്ലാതിനകത്തും. അത് നമ്മളെ വിഴുങ്ങുന്നെന്ന് കേട്ടോണം. ഒരു സ്ഥലത്ത്, രാജ്യവും സ്ഥലമൊന്നും ഞാൻ പറയത്തില്ല, ഒരു 3 മാസം മുമ്പ് ഒരു മീറ്റിങ്ങിന് പോയി. ഇത്ര ആളൊന്നും ഇല്ലെങ്കിലും ഇതിനേക്കാൾ ഏതാണ്ട് പകുതിയോളം ആളുണ്ട്. അതിനകത്ത് പെന്തിക്കോസ്തുകാരല്ലാത്ത സമുദായക്കാരെ വിളിച്ചിട്ടുണ്ടാവരുള്ളൂ.
പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം, വാക്യം വായിക്കുന്ന ഒരു 17 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയായി. അവളുടെ ശബ്ദമുണ്ടല്ലോ, ജോലിയുടെ ശബ്ദമൊന്നും അതിന്റെ പകുതിയില്ല. ബെല്ലടിക്കുന്നവരാണ് അവളുടെ സൗണ്ട്. പിന്നെ സ്പീഡോ ബുള്ളറ്റ് പോകുന്ന പോലെ. വാക്യം പറയേണ്ടതും എടുത്തു കഴിയും. അപ്പോസ്തലപ്രവൃത്തി 13 കൈസരിയെ വിത്താലിക്കുക എന്ന് മറ്റോളം ഇവള് പറയും. നോക്കിയപ്പോഴായിരിക്കും മനസ്സിലായി, ഇത് നമ്മളെ കുറിച്ച് താളം മറിക്കുകയല്ല, അവളിങ്ങനെ വരയ്ക്കുക. വെരി ഗുഡ്. ശ്രദ്ധിച്ചിങ്ങനെ കേട്ടോണം, നടന്ന സംഭവം അത് നമ്മളെ തിരികരുത്. അതിനാ നമ്മളിങ്ങനെ വരയ്ക്കുക. വരച്ചു വരച്ച് കൈ കിട്ടി വായിച്ചു. അപ്പൊ എനിക്കും വളരെ രസമായി. ഉടനെ വായിക്കാന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്പീഡാണ്. എഫേസ്യർ 5:25 വായിക്കുമ്പോൾ അവള് വായിച്ചു, അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. ഞാൻ പറഞ്ഞു, കുഞ്ഞെ അവിടെ നിർത്തേ. കാരണം എന്താ വചനം, എന്താ ജലസ്നാനം, എന്താ വെടിപ്പാക്കുന്നത്? ഉടുപ്പിലെ ചെളി കളയുകയാണോ, ദേഹത്തെ കളയുകയാണോ പറയണ്ടേ? വചനം എന്താ? അതൊന്ന് ക്ലാരിഫിക്കേഷൻ ഒരു 5-6 മിനിറ്റ് ഞാൻ എടുത്തു എന്ന് പറയാൻ. പറഞ്ഞു കഴിഞ്ഞ് ബാക്കി വായിക്കുമ്പോൾ കണക്കാക്കി എവിടെ ബുള്ളറ്റും പോയി പണിതാളോ ഞാൻ വായിക്കുമ്പോൾ പിന്നെ അപ്പുറത്തെ ആന്റി ഇരിപ്പുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി വളരെ പരിജ്ഞാനത്തോടെ പുള്ളിക്കാരത്തി അങ്ങ് വായിച്ചു. കറാജ് ഒഴുക്കം മുതലായ ഒന്നും ഇല്ലാതെ ഏൽപ്പിച്ചു കൊടുത്തു. മീറ്റിംഗ് കഴിഞ്ഞപ്പോഴേ ഞാനും തീരുമാനിച്ചു, ഇതൊന്ന് അന്വേഷിക്കണത്, എന്തോ പറ്റി വെക്കണം. അന്വേഷിച്ച സംഭവം എന്താണെന്നറിയാവോ? അതാ നമ്മുടെ വിഷയം. അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. ബാക്കി ക്ലാരിഫിക്കേഷൻ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിടെ അവളുടെ സൂത്രത്തിനകത്തെ പ്രൈസ്തലോടെ ഫേസ്ബുക്കിൽ ബന്ധം കയറി വന്നു. അവന്റെ കറേജ് കൊടുക്കും മാറ്റാൻ പോയി നമ്മളെ പ്രൈസ്തലോ. അതാണ് ഈ ലോകമെന്ന് പറയുന്നത്. മനസ്സിലായോ? സഭായോഗത്തിലല്ല ഇമെയിൽ ചെക്ക് ചെയ്യേണ്ടത്, സഭായോഗത്തിലല്ല മെസ്സേജ് അയക്കേണ്ടത്. അത് പെട്ടിക്കകത്ത് സൂക്ഷിച്ചു വെക്കണം. ഇവിടെ തമ്പുരാനോടെ അതരെ കൊണ്ട് മെസ്സേജ് കൊടുക്കണം. സഭായോഗത്തിൽ ജോലിസ്ഥലത്ത് നിന്ന് കിട്ടുന്നതല്ല, സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന. അത് അടച്ചു വെച്ചാൽ ഡിവൈസ് നമ്മളെ വിളിക്കത്തില്ല. എന്നോട് പണക്കമുള്ള കരങ്ങളെ ദൈവത്തെ ശ്രദ്ധിച്ചേ. ആ രണ്ടുപേരെ ഇതാണ് ഫാക്ട്. ഞാൻ എല്ലാ ഉദാഹരണ സഹിതം പറയുന്നത് വളരെ വേഗം നിങ്ങളുടെ മനസ്സിൽ പതിപ്പിക്കാൻ. ടൈം പോയല്ലോ, ഞാൻ വേഗം മുന്നോട്ട് വരാം. എത്ര മിനിറ്റോടുണ്ട്? സ്തോത്രം. ഈ ലോകത്തിന്റെ നന്മകൾ നമ്മുടെ ദർശനങ്ങളെ നമ്പർ 1. 2, ഈ ലോകത്തിന്റെ ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ച് തീരും, പക്ഷെ അത് നമ്മളെ വിഴുങ്ങരുത്. 3, നമ്മൾ ആർക്കും രക്ഷയ്ക്ക് തടങ്കൽപ്പാറയാകരുത്. നിങ്ങൾ 2 കണ്ണുകൊണ്ട് നോക്കുന്നു, ഞാനും 2 കണ്ണുകൊണ്ട് കാണുന്നു. എന്നെയും നിങ്ങളെ നോക്കാൻ 1000 കണ്ണപ്പുറത്തും. സംഗീതക്കാരൻ പറഞ്ഞ യഹോവേ, നീ എന്നെ ചോദന ചെയ്ത് അറിയുന്നു. പക്ഷെ ലോകത്തിലെ ലോകമനുഷ്യൻ എന്നെ നിങ്ങളെ ചോദന ചെയ്യല്ല. എന്നാ ധരിക്കുന്നു, എന്നാ കഴിക്കുന്നു, എന്നാ പറയുന്നു, എങ്ങനെ നടക്കുന്നു, എങ്ങനെ നാം നോക്കുക. ചെന്നൈയിൽ നമ്മുടെ ഒരു സഭയുടെ ദൈവസഭയുടെ കൺവെൻഷന് ഞാൻ പോയി. കഴിഞ്ഞ വർഷം ഏപ്രിൽ താമസിച്ച ഒരു യുവ എഞ്ചിനീയർ ഫാമിലി. 2 പേരും എഞ്ചിനീയേഴ്സ്, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ആ പെൺകുട്ടി മാവേലിക്കരക്കാരത്തിയാണ്. അവൾ ഓൺലൈൻ എഞ്ചിനീയർ. അവിടെ ഞാൻ താമസിക്കും. ആ കൊച്ചന്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തവൻ പറഞ്ഞു, അതിന്റെ അപ്പനും അമ്മയും സ്ട്രോങ് എതിരായി മാർഗത്തിന്. എന്നും അവളെ അവർ ദുബൈയിലും ഇവിടെയുണ്ട്. ഇവിടുന്ന് വിളിച്ച് ഹരാസ് ചെയ്യും. നീ എന്നാ വഴിക്ക് പോയി, ആരുടെ പുറകെ പോയി, ആരോട് ചോദിച്ചോണ്ട് പോയി എന്നും പറഞ്ഞ് കണ്ടവാൻ ഹരാസ്. നല്ല വിദ്യാസമ്പന്നനായ ഇവിടുത്തെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ. ഈ കൊച്ച് അതിനോട് വേദപുസ്തകം പറയും, പോത്തിന്റെ ചെവിയിൽ ഊതുന്നവര. ഒടുവിൽ അവള് പ്രാർത്ഥന കേട്ടോ, ഈ പുള്ളിക്ക് ഒരു അസുഖം വന്നു, ക്യാൻസർ അല്ലെങ്കിലും സമാനമാ, ആള് വരളാന്ന് പറഞ്ഞു. ക്യാൻസർ അല്ല, പക്ഷെ അതുപോലെ സീരിയസ് ആണ്. അന്നേരം ഞാനവിടെ ഉണ്ട്. അന്നേരം ഈ കൊച്ചിനോട് പറഞ്ഞു, മോളെ ജിഷേ, നീ പ്രാർത്ഥിക്കണം, സംഗതി കടവിലോട്ട് വരിക. അവള് പറഞ്ഞു, ഇവിടെ ദൈവദാസനോട് കൊടുക്കാൻ എന്നെ തന്നു. ഞങ്ങൾ നിരന്തരം ഫോണിൽ വിളിക്കും, പുള്ളി ഇങ്ങോട്ട് വിളിക്കും, ഞാൻ അങ്ങോട്ട് പറയും. ഈ ഘടകവിരുദ്ധമായിരുന്ന മനുഷ്യൻ ഏതാണ്ട് വീണ്ടും ജനനത്തിന്റെ വക്കത്ത് വരെ ഫോണിൽ ആരുടെ എടുക്കല്ല, തമ്പാനം കൃപ. ഉടനെയാണ് ഞാൻ പറഞ്ഞു, ഞാൻ അബുദാബിയിൽ പാസ്റ്റർ എം തോമസ് വിളിച്ചിട്ടുണ്ട്, കർമ്മേൽ ചർച്ചിൽ കൺവെൻഷന് വരുന്നുണ്ട് ജൂലൈ. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററിന്റെ വീട്ടിൽ വരെ പോകാൻ പാടില്ല, വരണം, പ്രാർത്ഥിക്കണം, എനിക്ക് സംസാരിക്കാൻ. ഞാൻ സമ്മതിച്ചു. പക്ഷേ ദുബൈ അല്ല, ഷാർജ അല്ല, അബുദാബി അല്ല. ഇവിടൊക്കെ ആണെങ്കിൽ എനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ഇരുപ്പുണ്ട്. എനിക്ക് ബന്ധക്കാരുണ്ട്, സ്നേഹിതരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, എല്ലാവരും.
ഇത് ഒരു പിടിയില്ലാത്തൊരു സ്ഥലം, അവിടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനത്തെ സ്ഥലം അവിടെ നമുക്ക് ആ പേര് തന്നെ ഞാൻ അന്നേരം കേൾക്കുന്നത്. ഇങ്ങനത്തെ സ്ഥലം UAE പറയും. അന്വേഷിച്ചപ്പോ എന്റെ ഒരു സുഹൃത്ത് ഒരു ജോൺ ഭാഷ പറഞ്ഞു, സാറെ വിഷമിക്കേണ്ട, എന്റെ പെങ്ങളും അളിയനും ഉണ്ട് അവിടെ. അവർ ചെറിയ ബിസിനസ് നടത്തുന്നവരാണ്, 26 വർഷമായിട്ടുള്ളത്. അവർ നല്ല ബിലീവേഴ്സ് ആണ്, അവരോട് ഇടപാട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, സാപ്പ പറഞ്ഞ തോമസ് സാറാണ്, അവരിങ്ങി പോകും, സാറിങ്ങി പോലെ. ഞാൻ കണ്ടപ്പോഴാ നല്ലൊരു ഫാമിലിയെ കൊണ്ട് ഇവിടെ അറിയപ്പെടുന്ന ഒരു ഫാമിലിക്കാരാ. അവരെ കിട്ടിയ അവരെ നേട്ടോ എനിക്ക് സന്തോഷമായി. ഞാൻ ഇവിടെ വന്ന് സകല പ്രോഗ്രാം മാറ്റി തോമസ് ഭാഷയുടെ കൺവെൻഷൻ കഴിഞ്ഞ് അടുത്ത പരിപാടി നേരെ അങ്ങോട്ട് ചെന്ന് ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട്, അദ്ദേഹം ഈ എന്നെ കൊണ്ടുപോകുന്ന ചെറിയ ബിസിനസ്സുകാരനും ഭാര്യയും ഉണ്ട്, ഞാനും ഉണ്ട്. ഞങ്ങൾ 3 പേരും കൂടെ ചെന്നു കയറി. ഞങ്ങളെല്ലാം അങ്ങോട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്ക് പഴയ ലോഹ്യവും ഇല്ല, പഴയ ബഹുമാനവും ഇല്ലൊന്നുമില്ല. ഒരുമാതിരി ഉഴപ്പി അടിച്ചു പറഞ്ഞു, പക്ഷെ എനിക്കിപ്പോ ശരീരത്തിൽ ക്ഷീണമാണ്, നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് എന്നെ ഇറക്കി വിട്ടു. അത് കഴിഞ്ഞ് മോളെ വിളിച്ചു പറഞ്ഞു, എടീ നിന്നോട് ഞാൻ പറഞ്ഞത് ഈ മാർഗത്തിൽ പോകരുതെന്ന്. ഇപ്പൊ നീ കണ്ടോ, നീ പറഞ്ഞ ഭാഷയോടെ ഒന്ന് കൊണ്ടുവന്നത് ഈ UAE ഇങ്ങനത്തെ ഒരു തരികടയില്ല. അദ്ദേഹത്തിന്റെ ഭാഷ ഞാൻ പറയുക, 100 ദിർഹംസിന് ഏത് പണിയും ഒപ്പിക്കും, അദ്ദേഹത്തിന്റെ ഭാഷയാ. പിന്നെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടെ വാക്കുകൊണ്ട് ബോംബിങ്ങ. ഇതിനിടയ്ക്കാണോ ഞാൻ വരുന്നത്? വാതിലടച്ചോ, വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കേ. ഒന്ന്, കർത്താവിന്റെ വരവിനെ കാണുമ്പോൾ നമ്മുടെ പ്രത്യാശ അസ്തമിക്കരുത്. 2, ലോകം നമ്മളെ വിടുങ്ങരുത്, നമ്മൾ ലൗകികരായിട്ട് തീരരുത്. 3, നമ്മൾ ആ തടങ്കൽ പറയരുത്. സമയം പോലെ ഒരു കാര്യം കൂടെ പറഞ്ഞത് എന്താ, അടുത്ത ഏറ്റവും വലിയൊരു പ്രശ്നം കൺഫ്യൂഷൻ. ആകപ്പാട് ഞങ്ങളുടെ ഹോം ടൗൺ കോട്ടയത്തെ പ്രശ്നം, പെൺപിള്ളേര് സാരി എടുക്കാൻ പോകും, ഒന്നും എടുക്കാതെ ഇറങ്ങിപ്പോയി. എന്നാന്നറിയാവോ, ഒരു സാരി എടുക്കാനാകുന്ന അവരൊരു 10-500 എണ്ണം ഇട്ടങ്ങോട്ട് കാണിക്കും, കേരളത്തിക്കണം. എന്റെ ഭാര്യ അതൊക്കെ അതിനകത്ത് പെട്ടിട്ടുണ്ട്. തിരിച്ചിങ്ങി പോരില്ല, ഒത്തിരി കാണിച്ചപ്പോൾ ഒരു ഇഷ്ടം എന്നാ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ഇപ്പൊ നമ്മളെ കുഴയ്ക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതിലേതാ ശരി, ഏതാ തെറ്റ്? എല്ലാ പരിപാടിയും ഇഷ്ടമുണ്ട് നമ്മളെ കുഴയ്ക്കുമ്പോൾ. ദൈവമക്കളെ, കുഴയ്ക്കാനുള്ളവരല്ല, ധൈര്യത്തോടും ബലത്തോടും നിൽക്കാനുള്ള സംഗതി നമ്മുടെ കയ്യിലുണ്ട്. യഹൂദനെ കൽപ്പനകൾ കൊടുത്തത് പാർട്ട് ബൈ പാർട്ടായിട്ടല്ല, മുഴുവൻ ഏറ്റവും ഇഷ്ടം കൊടുത്താൽ മോശെ പറഞ്ഞു വിട്ടെ. വേണം തമ്പുരാൻ പറയായിരുന്നു, 1-ാം ഭാഗം നീ കൊണ്ടുപോകും, അതെല്ലാം കൂടെ പഠിപ്പിച്ച് കഴിയുമ്പോൾ യോശുവയെ ഇങ്ങോട്ട് വിടും, 2-ാം ഭാഗം തരാം. അല്ല, മുഴുവൻ കൊടുത്താൽ വിട്ടു. ഇതുപോലെ പുതിയ നിയമസഭയ്ക്ക് സകല ഉപദേശവും തന്നിട്ട് ആ സഭ ഇവിടെ വളർത്തിയത്. സഭ ശ്ലൈഹികമാണ്, സഭ അപ്പോസ്തോലികമാണ്. കർത്താവിന്റെ ഉപദേശവും അതിനോട് ചേർന്ന് അപ്പോസ്തോലന്മാരും നോക്കിക്കേ, യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുകയാണ്. നോക്കിക്കേ, അപ്പോൾ അടിസ്ഥാനം ഏത് നില കെട്ടിടമായാലും ഒരിക്കൽ പണിത അടിസ്ഥാനം ഇളക്കി വേറെ അടിസ്ഥാനം കെട്ടിടം പൊളിക്കണം. അപ്പോൾ ദൈവസഭയ്ക്ക്, വചനപ്രകാരമുള്ള ദൈവസഭയ്ക്ക് ഉപദേശം അന്നേ കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണേ അത് റിസർച്ച് ചെയ്യാം, അതിനെക്കുറിച്ച് എഴുതാം, കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കാം. പക്ഷേ ഇതിന്റെ കൂടെ ചേർക്കാനൊക്കത്തില്ല. അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായം തീരുമ്പോൾ സഭയുടെ ചരിത്രം ലൂക്കോസ് ഇവിടെ തീർത്തു. സ്തോത്രം. ആ അപ്പോസ്തലൻ മരിച്ചു. ഈ അപ്പോസ്തലന്മാരോട് ഇരിക്കൊണ്ട് ഞാനും ഇരിക്കൊണ്ട് 29-ാമത്തെ അധ്യായം തോമസ് മാമന്റെ ജീവചരിത്രം എഴുതി ചേർക്കാനുള്ളതല്ല. 30-ാമത്തെ അധ്യായം ഞാൻ റിസർച്ച് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് എഴുതാനുള്ളതല്ല. അത് അത്രയേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം കൊണ്ട് തീരുക. 22-ാം അധ്യായം ഞാൻ വേറൊരു യോഹന്നാനെ ഇങ്ങോട്ട് വിട്ടിട്ടില്ല. അപ്പൊ നവീനമായ ചിന്തകൾ, നവീനമായ ആശയങ്ങളെല്ലാം കൂടെ വരുമ്പോൾ സാധാരണക്കാരൻ ചിന്താധാര വരും. ഇതിലേതാ ശരി? ശരിയല്ലേ? നിങ്ങൾ പറഞ്ഞേ, ഇന്നത്തെ കാലത്തിന്റെ ഒരു വലിയ പ്രശ്നം അതാ, ഏതാ എടുക്കുന്നത്? അതിനകത്ത് ദൈവമക്കളെ തീർത്ത് ഞാൻ പറയാം, നമുക്ക് ഉപയോഗിക്കാൻ പരിപാടി തന്നിട്ടുണ്ട്. അത് കണ്ടാൽ മതി. കള്ളനോട്ടില്ലാത്ത രാജ്യമില്ല. എവിടെയോ ഇങ്ങനെ ചെന്നവരോട് പറഞ്ഞ ഭാഷ 50-ന്റെ കിട്ടിയ എടുത്തേക്കായിരുന്നു, പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം 10-20 എടുക്കത്തുള്ള 50 ഞങ്ങൾ തിരിച്ചു കൊടുക്കും. അത് പ്രോബ്ലമാണെന്ന്. നമ്മുടെ നാട്ടിൽ നിങ്ങൾക്കറിയാം, കണ്ടെയ്നറല്ല കയറ്റി വിട്ട കള്ളനോട്ട്. അതുകൊണ്ട് നമ്മുടെ നോട്ട് കൈകാര്യം വിചാരിക്കണമോ? ഇല്ല. സകല ബാങ്കിലെ സകല ഓഫീസിൽ ചെന്ന് നോക്കിയാൽ സ്കാനറുണ്ട്. സ്കാനർ കൊണ്ട് നോക്കിയാൽ കള്ളനോട്ട് അറിയാം. ഈ വിരുദ്ധ ചിന്തകളും ഭാരങ്ങളും വരുമ്പോൾ ചെക്ക് ചെയ്യാൻ സ്കാനർ കർത്താവ് തന്നിട്ടുണ്ട്. അടിച്ചു നോക്കേ, അയച്ചാട്ട സ്കാനർ കാണിച്ചു തരാം. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 28-ാം അധ്യായം 29-30 വാക്യം. ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഈ കാലത്തെയും ചിന്തകളെയും പുതിയ ചിന്തകളെയും മനസ്സിലാക്കാനുള്ള സ്കാനറാ. പുതിയ ചിന്തകളും പുതിയ ആശയങ്ങളും പുതിയ ഉപദേശങ്ങളും എല്ലാം വരുമ്പോൾ അതൊന്നും നിരാകരിക്കേണ്ട. ആ മനോഹരതയൊക്കെ കണ്ടു. പക്ഷെങ്കിൽ ഈ സ്കാനർ വെച്ചൊന്ന് അടിക്കണം, അന്നേരം പൂച്ചു വെളി വരും. വായിക്കാം,
അവൻ കൂലിക്ക് വാങ്ങിയ വീട്ടിൽ. ആരാ? പൗലോസിന്റെ കാര്യമാണ്. ഏത് പൗലോസ്? വായിക്കട്ടെ. 2 സംവത്സരം മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെ 2 വർഷം, ഒരു ദിവസമല്ല, 2 years മുഴുവൻ പാർത്തു. തന്റെ അടുക്കൽ വരുന്നവരെയൊക്കെ കൈക്കൊണ്ട് പൂർണ്ണ പ്രാഗൽഭ്യത്തോടെ വിഘ്നം കൂടാതെ ദൈവരാജ്യം പ്രസംഗിച്ചു. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഉപദേശിച്ചു പോന്നു. അത്ഭുത വരം നടത്താൻ അറിയാവുന്നവനാ. സഭായോഗത്തിൽ താൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ വെളിയിൽ ബാൽക്കണിയായിരുന്നു. ഉറക്കം തോന്നി ചത്തു താഴെ വീണ യൂത്തിക്കോസ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ബോഡി ചെറുപ്പക്കാരെല്ലാം കൂടി എടുത്തോണ്ട് അങ്ങോട്ട് കൊടുത്തു. തുടങ്ങിട്ട് 2 അടി കൊടുത്ത് ചെറുത് പോടാ ചെറുക്കായിട്ട് ഇനി മേഘ സഭായോഗത്തിലും ഉപവാസത്തിലും ഉറങ്ങരുത് എന്ന് പറഞ്ഞ പൗലൂസ് ഈ 2 വർഷം ഒരുത്തനെ തട്ടിയില്ല, ഒരുത്തനെ ഉരുട്ടിയില്ല, ഒരു അത്ഭുതങ്ങളും അവിടെ കാണിച്ചില്ല. തന്റെ ജോലി തന്റെ അടുക്കൽ വരുന്നവരോടെല്ലാം ദൈവരാജ്യം പ്രസംഗിച്ചു, കർത്താവായ യേശുക്രിസ്തുവിനെ പ്രസംഗിച്ചു. അതാ സ്കാററെ. അതിനപ്പുറമായിട്ട് തോമസ് മാമൻ ചെയ്താലും കള്ളനോട്ടാണ്. ദൈവരാജ്യവും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും ഉള്ളതല്ലാതെ നമുക്ക് വേറെ ഒരു ഡീലില്ല. വായിച്ച 2 തെസ്സലോനിയർ 2:9 വായിച്ച് എന്തൊരു അപകടത്തിലാണ് ലോകം നിൽക്കുന്നത്. 2 തെസ്സലോനിയർ 2:9 അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത. ആളെത്തി. മറ്റേ പുള്ളിയുടെ പ്രസംഗം ശരിയാകാണ് ഉടനെ എത്തും. അതിന് നമ്മൾ പോണം. ആ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക്, രക്ഷിക്കപ്പെട്ട എനിക്കോ നിങ്ങൾക്കോ അബ്കോണിലെ അംഗങ്ങൾക്കോ ദൈവദാസന്മാർക്കോ അല്ല, നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും എല്ലാം ഉണ്ട്. അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഇതാക്കാന്നറിയാവോ? നശിച്ചു പോകുന്നവർ. റോഡ് അപകടത്തിൽ സീരിയസ് ആയിട്ട് വന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അർജന്റ് രാത്രിയിലും ഓപ്പറേഷൻ ചെയ്തു നടക്കുന്ന സംഭവം. നിങ്ങൾ വല്ല അവധിക്ക് ഇതൊക്കെ പോയി കാണണം. മനസ്സിലായി ലോകമെന്ന അർജന്റ് ഇടയിലെ അപകടം ഉണ്ടായി കൊണ്ട് അർജന്റ് സർജറി രാത്രി കയറ്റും ഹോസ്പിറ്റലിൽ. സ്വന്തക്കാരെ തല്ലി അഴിച്ച് വെളിയിൽ കൊണ്ട് കരഞ്ഞുകൊണ്ട് തിയേറ്ററിന്റെ വെളിയിൽ. അന്നേരം വേറെ 2 പേര് വന്ന് നീക്കും. അവർക്ക് കരച്ചിലൊന്നുമില്ല. അവരും അവിടെ വന്ന് നീക്കും. എന്തിനാണെന്നറിയാം അവര് നിൽക്കുന്നത്? ആ ഡോറ് തുറക്കുമ്പോ പറയും ആള് രക്ഷപ്പെട്ടോ പോയോ. പോയെന്ന് പറഞ്ഞാൽ പെട്ടി എന്നാ വിലയുടെ വേണമെന്ന് അറിയാൻ അവര് നിൽക്കുന്നു. എന്തിനാ? അയ്യോ പോയി അവൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞാൽ മിണ്ടോതെ സൈഡിൽ കൂടെ സ്ഥലം വിടും. അതല്ല മരിച്ചെന്ന് പറഞ്ഞാൽ പഴയ സംഗതി റെഡിമെയ്ഡ് ഇരിപ്പുണ്ട്. എത്ര 1500 രൂപ വേണോ, 2000 വേണോ, മറ്റുള്ള രൂപയാണോ, നാട്ടിലാണോ, അതനുസരിച്ച് വില വിട്ട് ആ പെട്ടിക്ക് 2 പേര് നിൽക്കും. ഇതുപോലെ ഈ അത്ഭുതങ്ങൾ, ഈ അടയാളങ്ങൾ, ഈ വ്യാജമായ സകല പരിപാടിയും എന്തിനാണെന്നറിയാവോ? നമുക്കല്ല, നശിച്ചു പോകുന്നവനെ ഒന്നുകൂടെ നശിപ്പിക്കാനാണ്. വായിച്ച യൂദാലേഖനം കർത്താവിന്റെ സഹോദരൻ പറഞ്ഞ ആ വാക്യം 17ാമത്തെ വാക്യങ്ങളൊന്ന് വായിച്ച് 17ാമത്തെ വാക്യം ഞാൻ ഒടുവിൽ നിർത്തത്തെ 2 കാര്യം കൂടെ പറഞ്ഞു നിർത്താം. നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻ പറഞ്ഞ വാക്കുകളെ ഓർപ്പീൻ. അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് വരുന്ന ആള് തോമസ് മാമനായാലും ഏത് മിടുക്കനായാലും സുന്ദര ഗായകനായാലും അത്ഭുത ധീരനായാലും അതിന്റെ സാമ്രാട്ടായാലും നിങ്ങൾ നോക്കേണ്ടത് അന്ത്യകാലത്തെ ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകുമെന്ന് അവർ നിങ്ങളോട് പറഞ്ഞുവല്ലോ. അർത്ഥവാക്യം കേട്ടു. അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. എന്നാ ഉണ്ടാക്കുന്നറിയാവോ? എവിടെ പൊളിക്കാനൊക്കെ ഒരു ഡ്രം മേടിച്ചാൽ ഇവിടുന്ന് 4 അങ്ങോട്ട് കൊണ്ടുപോകണോ? ഭിന്നത ഉണ്ടാക്കുന്നവർ. അടുത്ത വാക്യം പ്രാകൃതന്മാർ. ആത്മാവില്ലാത്തവർ. അവർക്ക് ഏതാത്മാവാ? ജീവാത്മാവല്ല. അവയ്ക്കുണ്ട് ആത്മാവിന്റെ യാതൊരു ചൈതന്യമില്ലാത്ത ദർശന ഭാഷ വല്ല ആത്മാവും. അങ്ങനെ ഒരു സുറിജാടി ഉണ്ട് ഇപ്പൊ. പരിശുദ്ധാത്മാവല്ല, ഇമിറ്റേഷൻ ആത്മാവ്. അതെല്ലാ പണിയും കാണിക്കും. ഏതാ? ഈജിപ്ഷ്യൻ മന്ത്രവാദികളുടെ മേലുണ്ടായിരുന്ന ആത്മാവ് മോശയുടെ വഴി പാമ്പാക്കിയപ്പോൾ ഇവന്റെ വെമ്പാലിയായി. അവനും ഉണ്ട് പരിപാടി, അവനും പൗറുണ്ട്. അങ്ങനത്തതും വരും. അടുത്ത വാക്യം വായിച്ചേ. നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ ഞാൻ നിർത്തത്തെ സമയം പോയല്ലോ. ഒരാളെങ്കിലും എഴുന്നേറ്റ എന്റെ മെസ്സേജിന്റെ ക്ലാരിറ്റി പോകും. അതുകൊണ്ട് ഞാൻ നിർത്താൻ ഒരു കാര്യം പറയാം. കർത്താവ് വരുവാൻ ഇനി എന്നാ ടൈമുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു. ഒറ്റ കാര്യം മാത്രം പറയും. എവിടെ നിൽക്കുന്ന ലോകം? എല്ലാവർക്കും സുഖം. 2 സാക്ഷികളെ കൊല്ലും. അവരാരുമായിട്ടുണ്ട്. അവരുടെ ഡെഡ് ബോഡി എവിടെ കിടക്കും? യെരുശലേമിൽ കിടക്കുക. എല്ലാവരും കാണും. ആ യെരുശലേം നഗരം
ക്രൈസ്തവരുടെ വിശുദ്ധ ഭൂമി. ശ്രദ്ധിച്ചെന്ന് കേട്ടോണേ, നമ്മൾ എവിടെ നിൽക്കുന്നു കേട്ടോണം. ജെറുസലേം നഗരം, ഹോളി ലാൻഡ്, ഹോളി സിറ്റി ഫോർ ക്രിസ്ത്യൻസ്. ആരാ പട്ടണത്തിൽ ചെന്ന് കാല് കുത്തിയാലും തെരഞ്ഞെടുപ്പുണ്ടാവും. കാരണം വിശുദ്ധ നഗരം, നമ്മുടെ കർത്താവിന്റെ ക്രൂശ് മരണ, ശവസംസ്കാര, പുനരുദ്ധാര, സ്വർഗാരോഹണത്തിന് സാക്ഷ്യം വഹിച്ച വിശുദ്ധ ഭൂമി. വേദപുസ്തകം പോലും പറയുന്നത് ഹോളി സിറ്റി. ആ ഹോളി സിറ്റിയിൽ 2 ശവം കിടക്കും 3.5 ദിവസം. അങ്ങനെ കിടക്കുമ്പോൾ ആ സിറ്റിക്ക് വേറെ ഒരു പേരുണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ ഓർത്തോണം, അവർ കിടക്കാറായി. അതിന് 3.5 വർഷം മുമ്പേ ഞാനും നിങ്ങളും പോകാറുമായി. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം 8-ാം വാക്യം ഒന്ന് വേഗം വായിച്ച്. എന്താണ് ഇന്നത്തെ ലോകത്തിൽ സംഭവിച്ചിരിക്കുന്നത്? അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീയമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. പട്ടണത്തിന്റെ പേര് കേട്ടോ, ആത്മീയമായുള്ള പേര് സോദോം. എന്താണ് സോദോം? പാപം. എല്ലാവർക്കും അറിയാം. സെയിം സെക്സ് കണക്ഷൻ, സ്വവർഗബന്ധം, ഗേ. പുരുഷന്മാർ തമ്മിൽ വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുന്ന സംവിധാനത്തിന്റെ പേരാണ് ഗേ. ആ പട്ടണത്തിന് അങ്ങനെ ഒരു പേര് വരുമ്പോൾ 2 ശവം കിടക്കും. 2014 സെപ്റ്റംബർ 14, ഇന്നേക്ക് 1 വർഷവും 2 ആഴ്ചയ്ക്ക് മുമ്പേ ആ പട്ടണത്തിന് ആ പേര് കിട്ടി. ഓള് വിട്ട് വെളിയിലോട്ടിറങ്ങുമ്പോൾ കയ്യിലിരിക്കുന്ന ഇന്റർനെറ്റ് കണക്ഷനുള്ള മൊബൈൽ അടിച്ചൊന്ന് നോക്കിക്കോണം. ജെറുസലേം ഗേ പരേഡ് കഴിഞ്ഞ സെപ്റ്റംബർ 14 ഒത്തിരി ഒബ്ജക്ഷൻ ഉണ്ടായിട്ടും ഇസ്രായേൽ പോലീസിന്റെയും പട്ടാളത്തിന്റെയും പ്രൊട്ടക്ഷനോടെ ജെറുസലേമിൽ ഒരു പരേഡ് നടന്നു. 2000 സ്വവർഗഭോഗികൾ ഗേസ് ജെറുസലേമിലെ തെരുവീതിയിൽ മാർച്ച് ചെയ്തു. നമ്മുടെ കർത്താവ് നടന്ന തെരുവീതിയിൽ 2000 ഗേസ് മാർച്ച് ചെയ്തിട്ട്, നിങ്ങൾ അടിച്ചു നോക്കിക്കോ, നിങ്ങൾക്ക് ഫോട്ടോ വരെ കിട്ടും. കയ്യിൽ പ്ലാക്കാർഡ് വെച്ചത് കേൾക്കണോ? We all belongs to Jerusalem city. ഞങ്ങളാരും വെളിയിൽ നിന്ന് വന്നവരല്ല, ഞങ്ങൾ യെരുസലേം നിവാസികളാണെന്ന് ഡിക്ലെയർ ചെയ്ത് ആ പട്ടണത്തിന് ജെറുസലേം ഒരു സോദോമ്യ നഗരമെന്ന് പേര് വരുമെന്ന് 2000 വർഷം മുമ്പ് എഴുതിയ പ്രവചനം നിവർത്തിച്ചത് കണ്ട തലമുറയോടാണ് ഞാൻ പ്രസംഗിക്കുന്നത്. എങ്കിൽ നമ്മൾ ധൈര്യത്തോടെ നൽകണം. എവിടെയുണ്ട് നോക്കിക്കേ. പാപം നിയമമായ ലോകം. ഏറ്റവും വലിയ പാപമാണ് വ്യഭിചാരം. അതിനേക്കാൾ വലിയ പാപമാണ് സ്വവർഗഭോഗം. നമുക്കറിയാം, ഒറ്റ രാത്രി തമ്പുരാൻ സ്പ്രേ ചെയ്ത് കത്തിച്ചു 2 പട്ടണമില്ലേ? ആ പാപം നിയമമാക്കിയ രാജ്യം ഇനി തകരാനുണ്ടോ? ബ്രിട്ടനും അമേരിക്ക, ബെൽജിയം എല്ലാം നിയമമാക്കി. അവിടെയും നല്ല കിം ഡേവിസ് ഉണ്ടായി, ഇവിടെ ഉണ്ടാകട്ടെ. കഴിഞ്ഞവർ ഇതാ ഒരാഴ്ചയായുള്ള കെട്ടിറങ്ങിയിട്ടുള്ള വാദം. കെൻഡക്കി സ്റ്റേറ്റിൽ 2 ചെറുപ്പക്കാർ പുരുഷന്മാർ തമ്മിൽ കല്യാണം കഴിക്കാൻ ചെന്നു. 10 ദിവസമേ ആയുള്ളൂ. അവിടെ രജിസ്ട്രാർ ഒപ്പിട്ട് കൊടുത്താലേ വാലിഡിറ്റി ഉള്ളൂ, സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഈ 2 ചെറുപ്പക്കാര് ചാക്കോച്ചനും തോമാച്ചനും ഭാര്യ ഭർത്താവായിട്ട് അവിടെ ചെല്ലുക. ആ രജിസ്ട്രാർ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടോളാം, ഞാൻ തരത്തില്ല, ഒപ്പിട്ട് തരത്തില്ല. തമ്പുരാൻ പറഞ്ഞിങ്ങനെ പുരുഷനും സ്ത്രീയും തമ്മിൽ ചേരണമെന്നാ. സർട്ടിഫിക്കറ്റ് തരാൻ ഞാൻ സൈൻ ചെയ്യത്തില്ല. സംഗതി ഒഴിഞ്ഞു. ഗവൺമെന്റിനെ അറിയിച്ചു. ഇത് കോട്ടലക്ഷ്യമാണ്, സുപ്രീം കോടതിയുടെ വിധിയാ, കല്യാണം നടത്തണം. അവൾ പറഞ്ഞു, എന്നെ കൊണ്ട് നടക്കത്തില്ല. ആ മാന്യയായ സഹോദരിയെ ജയിലിലിട്ടു. കിം ഡേവിസ് എന്ന ചെറുപ്പക്കാരത്തി പെണ്ണിനെ അവൾ ആരാധിക്കുന്നവളാ, അവളെ ജയിലിട്ടു. അവള് പറഞ്ഞു, ജയിലിലല്ല, എവിടെയും കൊണ്ടിട്ടു, ഞാൻ ഒപ്പിടത്തില്ല. അറിയാമോ, തമ്പുരാൻ ഇട്ടവളോട് പറഞ്ഞു, ഇറക്കാൻ ഓർഡർ ഇടാല്ല, നിന്റെ ഉറക്കം ഞാൻ കെടുത്തും. 6-ാം പക്കം അവളെ റിലീസ് ചെയ്തു. അങ്ങനത്തെ ശക്തി നിൽക്കുന്ന ദൈവമക്കളാകണം നമ്മൾ. അതേ അമേരിക്ക വേറെ 2 വില്ലന്മാര് കല്യാണം കഴിച്ചിട്ട് റിസപ്ഷന് വെഡിങ് കേക്ക്, അതായത് ചാക്കോ ബേഴ്സ് തോമ ബേക്കറി. ഞാൻ നമ്മുടെ ഭാഷ പറഞ്ഞു, അവിടെ ചാക്കോ തോമയൊന്നുമില്ല, വേറെ ഏതോ പേര്. ബേക്കറി ഉടമസ്ഥൻ പറഞ്ഞു, എന്നെ അതിന് കിട്ടത്തില്ല, ഞാൻ ആരാധിക്കുന്നവനാ. 2 പുരുഷന്മാർ തമ്മിലുള്ള വെഡിങ് കേക്ക് ഞാൻ ഉണ്ടാക്കി തരത്തില്ല. പരാതി പോയി. പിറ്റേ ദിവസം പോലീസ് വന്നിട്ട്, പൂട്ടടാ, നിന്റെ ബേക്കറി പൂട്ടെ.
ഞാൻ ലൈസൻസ് ക്യാൻസലാക്കിയിരിക്കുന്നു. അല്ലെ കേക്കിയുടെ അവൻ പറഞ്ഞു ഞാൻ കേക്ക് ഇടത്തില്ല. പൂട്ട് ബേക്കറി അവൻ പറഞ്ഞു ഞാൻ പൂട്ടും, ഞാൻ ടാക്സി ഓടിച്ച് ജീവിക്കും. എന്നാലും തരത്തില്ല. ഇതാണ് ദൈവജനം, വിശുദ്ധിയിൽ തിരഞ്ഞെടുക്കണം. അവൻ കാണുമ്പോൾ ഓടിക്കരുതേ. എന്റെയും നിങ്ങളുടെയും വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. അബദ്ധ ഉപദേശങ്ങളിൽ കൺഫ്യൂഷനിൽ ചാടാതെ, അതിൽ ചാടാതെ വചനത്തിൽ കൂടി നമുക്ക് നിൽക്കാം. അവന്റെ വരവിന്റെ ശബ്ദം കേൾക്കുന്നു. ഏറ്റവും വലുത് പ്രത്യാശ പോകരുത്. ഈ മനോഹരത കണ്ടുകൊണ്ട് കർത്താവേ നീ വരരുതേ എന്ന് പറയും. നിങ്ങൾ 50 ലക്ഷം രൂപയുടെ വീട് പണിതിട്ടുണ്ട്, നല്ലതാ, കുഴപ്പമില്ല. അതിനകത്ത് 6 മാസം താമസിക്കാതെ എങ്ങനെയാ കർത്താവെ പോകുന്നു ചിന്തിക്കരുത്. അത് അവിടെ കിടക്കട്ടെ, അതിനൊക്കെ നല്ലത് കളി കിട്ടും. മക്കളെ അവസാനിപ്പിക്കട്ടെ. ഈ അവസരം തന്ന ഭാരവാഹികളുടെ നന്ദി അല്പം നീണ്ടുപോയി. പക്ഷേ ഞാൻ നിർത്തുക. ഇനിയുണ്ട് വിഷയങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാം. വെളിയും തെരഞ്ഞെടുപ്പും നമുക്ക് ഉറപ്പാക്കാം. മരുഭൂമിയിൽ ഒരുക്കിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. താഴ്മയോട് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. കടന്നു വന്നു സ്വർഗീയമായ ദൂത് ഞങ്ങൾക്ക് തന്നല്ലോ. അവിടുത്തെ തിരുമേശയിൽ നിന്ന് വിശുദ്ധിയോട് കൈക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിച്ചല്ലോ. ഞങ്ങളെ സൗഖ്യമാക്കി ബലത്തോടെ അയക്കുന്നല്ലോ. പാടി ആരാധിപ്പാൻ കൃപ തന്നല്ലോ. സർവ്വതും നന്നായി ചെയ്തതുകൊണ്ട്